ഓക്കെ. ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ മാക്സിമം 5 hours ആണ്. അതുപോലെ തന്നെ മിനിമം 85 ക്വസ്റ്റ്യൻസ്, മാക്സിമം 150 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പോകാം. നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മൾ തുടക്കത്തിൽ നല്ലൊരു ഹൈ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് ഓട്ടോമേറ്റഡ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും CBT ആണ്. CBT വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റോങ് ആൻസേഴ്സ് മിനിമൈസ് ചെയ്യുക, നമ്മുടെ ആൻസേഴ്സ് മാക്സിമം കറക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതൊന്നുമല്ല, ഇതൊരു പിയർ സ്കോർ ഇവാലുവേഷനാണ്. അപ്പം നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന ബേസിലായിരിക്കും നമ്മുടെ ഗ്രാഫ് പോകുന്നത്. നമുക്കൊരു എക്സ് ആക്സിസും വൈ ആക്സിസും എന്നൊരു ഗ്രാഫ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലുള്ള എക്സ് ആക്സിസ് നമുക്ക് വേണമെങ്കിൽ പിയർ സ്കോറായിട്ട് എടുക്കുക. ഓക്കെ, ഈ ബാക്കിയുള്ള ആ ഒരു ഗ്രാഫ് നമുക്ക് എടുക്കാം. എസ് ഷേപ്ഡ് ഗ്രാഫ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് ആ പിയർ സ്കോറിൻ്റെ എബോ ആയിരിക്കണം. ആ എബോ ആണെങ്കിൽ നമുക്ക് പാസിംഗ് സ്റ്റാൻഡേർഡ് ഹയർ ആണ്. പക്ഷെ പിയർ സ്കോറിനേക്കാളും താഴോട്ടാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്, നമ്മുടെ പെർഫോമൻസ് താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലാകും. അപ്പം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല റിസൾട്ട് വരുന്നത് വരെ. നമുക്കിപ്പോൾ ചിലപ്പോൾ എക്സാം എളുപ്പമെന്നൊക്കെ നമുക്ക് തോന്നും, ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫെയിലായിരിക്കും. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം കറക്റ്റ് റെസ്പോൺസസ് കൊടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് ഈ ഒരു എക്സാമിന് എന്താണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് വാല്യൂഷൻ. മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് റിയൽ ലൈഫ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മൾ മുന്നിൽ വരുന്നു. ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സിനാരിയോ തന്നിട്ട് പേഷ്യൻറ്റിൻ്റെ കറണ്ട് കംപ്ലയിൻറ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള, അത് മെയിനായിട്ടും പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സയൻസ് ചേഞ്ചസ്, ലാബ് ഇൻവെസ്റ്റിഗേഷൻ ചേഞ്ചസ്, എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് തന്നിട്ടുണ്ടാകും. സോ അതിലുള്ള ചേഞ്ചസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പേഷ്യൻറ്റിന് പ്രയോറിറ്റി പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള കെയർ കൊടുക്കുക. അതാണ് മെയിനായിട്ടും എൻഗ്ലക്സ് ഫോക്കസ് ചെയ്യുന്നത്. ടു പ്രൊമോട്ട് ദ സേഫ്റ്റി. നമ്മുടെ എല്ലാ ആക്ഷൻസും പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ കെയർ പ്ലാൻ ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു തിയറിയുടെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു COPD പേഷ്യൻറ്റ്, ഓക്കെ, COPD എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയിട്ട് നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം, ഒരു ബേസ് നോളജ് ഉണ്ടായിരിക്കണം. ഇത് മെയിനായിട്ടും ലങ്സിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്. കാരണം ഈ നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ വർക്ക് ചെയ്യാൻ മെയിനായിട്ട് പോകുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ബ്ലൈൻഡ്ലി വർക്ക് ചെയ്യാം. കാരണം ഇപ്പം ഡിസ്നിയ, ഓക്കെ, ഡിസ്നിയ, അതിൻ്റെ അപ്പുറത്തോട്ട് പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് അത് ഇൻഫെക്ഷൻ വന്നത്, എന്തൊക്കെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്നതെന്നൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. നമ്മളുടെ ഡ്യൂട്ടി പേഷ്യൻ്റ് വരുന്നു, ഡോക്ടർ ഓർഡർ ചെയ്ത മെഡിസിൻസ് ആണെങ്കിലും ഇഞ്ചക്ഷൻ ആണെങ്കിലും അത് കൊടുക്കുന്നു. ഇനി പേഷ്യൻറ്റിന് വേറെ എന്തെങ്കിലും കെയറോ അസിസ്റ്റൻസോ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അത്ര അഡ്മിഷൻ, ഡിസ്ചാർജ്, ഇതൊക്കെ നമ്മൾ നാട്ടിൽ ചെയ്യുന്നത്. ബട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന അസസ്മെൻറ്റ് നമ്മളുടെ ഒരു മെയിൻ പാർട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 5 പേഷ്യൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 5 പേഷ്യൻ്റ് നമുക്ക് തറോ ഹെഡ് ടു ഫുട്ട് എക്സാം നമ്മൾ ചെയ്തിരിക്കണം. കാരണം ഇവിടുത്തെ ചാർട്ടിംഗ് എന്ന് പറയുന്നത് അത് ഡെയിലി അസസ്മെൻറ്റിന് പ്രത്യേകം ഇതുണ്ട്, ഒരു ഫ്ലോ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഓരോ സിസ്റ്റം ഇപ്പോൾ എന്തൊക്കെ പ്രയോറിറ്റി പ്രോബ്ലമാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ റിസ്ക് ഉണ്ട്, ആ റിസ്കിന് എന്തൊക്കെ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഇവിടുത്തെ അസസ്മെൻറ്റ് എന്നൊരു ഡീറ്റെയിൽഡ് അസസ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് ഓരോ സിസ്റ്റത്തിൻ്റെ നോർമൽ വേഴ്സസ് അബ്നോർമൽ ഫൈൻഡിങ്സ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ആ പേഷ്യൻറ്റിൻ്റെ ഫൈൻഡിങ് നോർമലാണോ അല്ലെങ്കിൽ അബ്നോർമലാണോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ന്യൂറോളജിക്കൽ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഗ്ലാസ്കോ കോമ സ്കെയിൽ ബേസിക് ആണ്. സോ അത് നോർമൽ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. EVM, ഐ റെസ്പോൺസ്, വെർബലൈസേഷൻ, മോട്ടോർ റെസ്പോൺസ്. ഓക്കെ, അപ്പം ഓരോന്നും നമ്മളത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അബ്നോർമൽ ആണോ നമുക്ക് പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ GI സിസ്റ്റം റിലേറ്റഡ്, പേഷ്യൻറ്റിന് പെയിൻ ഉണ്ട്, ആ പെയിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, പേഷ്യൻ്റ് എത്രത്തോളം സിവിയറിറ്റി ഉണ്ട്, എങ്ങോട്ടൊക്കെ പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ നോർമൽ ഫൈൻഡിങ്സ് വേഴ്സസ് അബ്നോർമൽ ഫൈൻഡിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കും.
ഇത്രയും നമുക്ക് ആ ഒരു ബേസ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ തിയറി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻസ് കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് നമ്മളെത്തും. അപ്പം വേണ്ടത് മെയിനായിട്ടും ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ തിയറി, NCSBN ക്രൈറ്റീരിയ ഫോക്കസ്ഡ് ന്യൂജൻ ക്വസ്റ്റ്യൻ അനാലിസിസ്. ആ ന്യൂജൻ ക്വസ്റ്റ്യൻ അനാലിസിസ് ചോദിക്കുന്ന ഈ കാണിച്ചേക്കുന്ന ഓരോ ക്രൈറ്റീരിയയുടെ ബേസിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ക്രൈറ്റീരിയ എന്താണ്. കാരണം നമ്മളുടെ NCLEXന്റെ 30% മാത്രമേ തിയറി നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. 70% ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്ന ബേസിലാണ് നമ്മളുടെ പാസിംഗ് സ്റ്റാൻഡേർഡ് കൂടുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഡെയിലി ഒരു 50 ക്വസ്റ്റ്യൻസേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും ആ 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്യുക. അതായത് ക്വാണ്ടിറ്റി അല്ല നമുക്ക് വേണ്ടത്, ക്വാളിറ്റിയാണ് വേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ റൈറ്റ് ഓപ്ഷൻസും റോങ് ഓപ്ഷൻസും ഉണ്ടാകും. അപ്പം നമ്മൾക്ക് ഇത് കിട്ടുന്ന ആൻസേഴ്സിൻ്റെ റാഷണലി നമുക്ക് തന്നേക്കുന്ന അതുമായിട്ട് എന്ത് ചെയ്യുക, കോറിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ തിങ്കിങ്ങിൽ വന്ന മിസ്റ്റേക്ക് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ആൻസർ നമുക്ക് കിട്ടി, അത് കറക്റ്റായിരുന്നു, ക്വസ്റ്റ്യൻ റിവ്യൂ ചെയ്തപ്പോൾ അത് കറക്റ്റ് ഉത്തരവായിരുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതി ഉണ്ടല്ലോ, റാഷണലി, ആ റാഷണലി ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചായിരിക്കത്തില്ല എൻ്റെ കറക്റ്റ് റാഷണലി വരുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻ ഒരു ഫോക്കസ് ഈ ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് സെൽഫ് പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര ക്വസ്റ്റ്യൻസ് ആണോ ചെയ്യുന്നത്, എത്ര പെർസെൻറ്റേജ് ആണോ എന്നുള്ളതല്ല അവിടെ പ്രാധാന്യം, എത്രത്തോളം കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടി, എത്രത്തോളം തെറ്റുത്തരം നമുക്ക് കിട്ടി. ഈ രണ്ട് ഉത്തരത്തിൻ്റെയും റാഷണൽ എന്താണ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആ റാഷണലെ നമ്മൾ വായിക്കുമ്പോൾ സെയിം ആ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള മിസ്റ്റേക്ക് വരും നെക്സ്റ്റ് ഡേ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ ചെയ്ത മിസ്റ്റേക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. സോ അത് നിങ്ങൾ കോൺഷ്യസ്ലി സെക്കൻഡ് ഡേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഗ്രാജുവലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിനോടൊപ്പം നമ്മൾ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഓട്ടോമാറ്റിക്കായിട്ട് ബൂസ്റ്റപ്പ് ആവും. മനസ്സിലായോ? ഇത് നമുക്ക് പറഞ്ഞാൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മാസം കൊണ്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. നമുക്ക് വേറെ കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ അങ്ങനെ പറ്റും, ഒരു 10-15 ദിവസമൊക്കെ ഇച്ചിരി മെനക്കെട്ടിരുന്നാൽ മതി, നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണേ വ്യത്യാസപ്പെട്ട് ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് ഗ്രാജുവലി ഉള്ളൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലുള്ള ഒരു നമ്മുടെ ഗ്രാഫ് എപ്പോഴും മുകളിലോട്ട് പോകും. അതായത് ഓരോ ദിവസം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മളുടെ നമ്പർ ഓഫ് മിസ്റ്റേക്സ് കുറച്ചിരിക്കുക. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു ട്രാക്ക്. പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ഏത് ക്രൈറ്റീരിയ ബേസ്ഡ് ആണ്, ഈ ക്വസ്റ്റ്യനിൽ എന്ത് സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ABC, അതായത് പ്രയോറിറ്റൈസേഷൻ സ്ട്രാറ്റജി ആണോ, അല്ലെങ്കിൽ അറ്റ്പി മെത്തേഡാണോ, അല്ലെങ്കിൽ മാസ്ലോസ് ഹയറാർക്കി ആണോ, ഇപ്പോൾ അസസ്മെൻറ്റ് ഇൻ്റർവെൻഷൻ. നമുക്കറിയാം ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ അസസ്മെൻ്റ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ നഴ്സിംഗ് കെയർ പ്ലാൻ എങ്ങനെയാണ്, അറ്റ്പിയിൽ അസസ്മെൻറ്റ്, ഡയഗ്നോസിസ്, ദെൻ ഇൻ്റർവെൻഷൻ, ദെൻ ഫസ്റ്റ് ഞാനത് പറഞ്ഞു തരാവേ. അറ്റ്പിയുടെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ അതൊരു സ്ട്രാറ്റജിയാണ് പറഞ്ഞാൽ. ഓക്കെ, A മീൻസ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും പേഷ്യൻ്റ് പറയുന്ന കംപ്ലൈൻറ്റ്, അതാണ് അസസ്മെൻറ്റ്. ഡയഗ്നോസിസ്, നമ്മൾ അസസ്മെൻറ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു എന്താണ് പ്രോബ്ലം എന്നുള്ളത്. സോ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഡയഗ്നോസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓരോ സിംറ്റംസും അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസും നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ഓരോ ആക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു. അതാണ് P, പ്ലാൻ ഓഫ് ആക്ഷൻ. I എന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു ആക്ഷൻ പേഷ്യൻ്റെ പ്രയോറിറ്റി ഓഫ് നീഡ് അനുസരിച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്നു. അതാണ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ആക്ഷൻ. ഓക്കെ, ലാസ്റ്റാണ് ഇവാലുവേഷൻ. നമ്മൾ കൊടുത്ത കെയർ എഫക്റ്റീവ് ആയിരുന്നോ, അതായത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അത് ഇമ്പ്രൂവ് ആയോ, അല്ലെങ്കിൽ പേഷ്യൻ്റെ കണ്ടീഷൻ അൺചേഞ്ച്ഡ് ആയോ, അല്ലെങ്കിൽ പേഷ്യൻ്റെ കണ്ടീഷൻ വേഴ്സൻഡ് ആയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് അറിയാൻ പറ്റും. അതാണ് ഒരു കെയർ പ്ലാനിൻ്റെ ഫ്ലോ എന്ന് വെച്ചാൽ. പക്ഷേ ഇതൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അസസ്മെൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയഗ്നോസിസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കെയർ തെറ്റും. ഇനി പ്ലാൻ ചെയ്തതും റോങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രയോറിറ്റി നീഡ് അനുസരിച്ചിലായിരിക്കില്ല നമ്മൾ കെയർ കൊടുക്കുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന കെയർ ചിലപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു
എന്താ ഒരു പ്രോഗ്രസ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനിൽ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കുക എന്താണ് അസസ്മെൻറ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ഡയഗ്നോസിസിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് പ്ലാൻ ഓഫ് ആക്ഷൻ, എപ്പോഴും പ്രയോറിറ്റി ഓഫ് പ്രോബ്ലം. ഓക്കെ, അതായത് നമുക്കറിയാം പ്ലാനിങ് എപ്പോഴും പ്രയോറിറ്റൈസേഷൻ ബേസ്ഡ് ആയിരിക്കും. പ്രയോറിറ്റൈസേഷനിൽ മെയിനായിട്ടും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് ABC. ABC എന്ന് വെച്ചാൽ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. ഇനി ABC ഇൻടാക്റ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് മാസ്ലോസ് ഹയറാർക്കി. ഓക്കെ, മാസ്ലോസ് ഹയറാർക്കിയിൽ മെയിനായിട്ടും ഫിസിയോളജിക്കൽ നീഡായിരിക്കും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ പെയിൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ആൻസൈറ്റി, അതുപോലെ തന്നെ ന്യൂട്രീഷൻ, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡോക്യുമെൻറ്റേഷൻ എപ്പോഴും ഏറ്റവും ലാസ്റ്റേ വരത്തുള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ പ്രയോറിറ്റി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ, ആ കണ്ടീഷൻ സപ്പോസ് സഡൻ ഓൺസെറ്റ് ഓഫ് സിംറ്റം എന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ആദ്യം മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഡ്പിയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ യൂഷ്വലി അസസ്മെൻ്റ് ആണ് ആദ്യത്തെ സ്റ്റെപ്പെങ്കിൽ അസസ്മെൻറ്റ് ഫസ്റ്റ് ആയിരിക്കും. എപ്പോഴാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണെങ്കിൽ അസസ്മെൻറ്റ് ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു സഡൻ ഓൺസെറ്റ് ഓഫ് സിംറ്റം, അതായത് ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഒരു എമർജൻസി സ്റ്റേജിലാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടാനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യിപ്പിക്കാൻ പാടില്ല. അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആക്ഷനാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. എന്താ, എമർജൻസിയിൽ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഫസ്റ്റ്. എന്നിട്ട് അതായത് പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണോ അത് ആദ്യം മാനേജ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ അസസ്മെൻറ്റ് വരത്തുള്ളൂ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് വരുമ്പോൾ ഇപ്പോൾ പ്രയോറിറ്റി നഴ്സിംഗ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ആ പ്രയോറിറ്റി നഴ്സിംഗ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സിനാരിയോ നല്ലവണ്ണം റീഡ് ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അവിടെ സ്റ്റേബിൾ കണ്ടീഷൻ ആണോ അൺസ്റ്റേബിൾ കണ്ടീഷൻ ആണോ എന്ന് മനസ്സിലാക്കുക. പേഷ്യൻറ്റിൻ്റെ സ്റ്റേബിൾ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അസസ്മെൻ്റ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പം അസസ്മെൻറ്റ് വരുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഉത്തരം. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ഷൻ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. മനസ്സിലായോ? ചിലത് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു ചെസ്റ്റ് പെയിനായിട്ട് പേഷ്യൻ്റ് വന്നു, അതിൽ ട്രോപ്റ്റി കിട്ടിയില്ല. പക്ഷെ ട്രോപ്റ്റി കിട്ടുന്നത് വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യിപ്പിക്കാൻ പാടില്ല. പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റ് പെയിൻ റേഡിയേറ്റിംഗ് ആണോ നോക്കിയിട്ട് അവിടെ ECG പെട്ടെന്ന്, ചിലപ്പോൾ നമുക്ക് ECG ചിലപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ. അതായത് പേഷ്യൻറ്റിന് ഇപ്പം പേഷ്യൻ്റ് അൺകോൺഷ്യസ് ചെസ്റ്റ് പെയിനായിട്ട് വന്നു, സഡൻ അൺകോൺഷ്യസ് ആയിട്ട് പോയി. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ECG, എക്സ്റേ, ട്രോപ്റ്റി വരുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ഇമർജൻസി ആയിട്ട് പേഷ്യൻ്റെ CPR എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതാണ് അവിടെ ആക്ട് ഇമ്മീഡിയറ്റ്ലി. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആക്ഷൻസ് ഒന്ന് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യുന്നതെന്നും പറയുന്നത് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ലൈഫിന് ഹാംഫുൾ ആവുന്ന രീതിയിലുള്ള തരത്തിലായിരിക്കരുത് നമ്മൾ കെയർ പ്ലാൻ ചെയ്യുന്നത്. എപ്പോഴും പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ വരേണ്ടത്. സോ ഇതാണ് എൻ്റെ ഏകദേശം ഒരു ഓവർവ്യൂ. NCLEXൻ്റെ ക്വസ്റ്റ്യൻ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഓരോ ക്രൈറ്റീരിയ നോക്കാം. അതായത് NCSB എന്ന് വെച്ചാൽ നാഷണൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് നഴ്സിംഗ് ആണ്. US NCSBN ആണ് NCLEX എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ആ ക്വസ്റ്റ്യൻ പാറ്റേണും തരത്തിലുള്ള ഒരു ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നത് NCSBN ആണ്. സോ അവർ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവർ ആ ഒരു ടൈലർ ചെയ്തേക്കുന്നത് വെച്ചാൽ ഓരോ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് അവർ ആ ക്വസ്റ്റ്യൻസ് അവരെ ടൈലർ ചെയ്തേക്കുന്നത്. സോ ആ ഓരോ ക്രൈറ്റീരിയ എന്താണെന്ന് ആദ്യം ഫെമിലിയർ ചെയ്ത് തരാം. ഫസ്റ്റ്, ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി. ഞാൻ ഓരോന്നും പറയാണ്ട് അകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നതെന്നുള്ളത് ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. കാരണം നമുക്കിപ്പോൾ ഒരു NCLEXൻ്റെ എക്സാം നമ്മൾ എഴുതുമ്പോഴേ സപ്പോസ് ഫെയിലായി പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവർക്ക് ഇപ്പോൾ ഫെയിലായതിൻ്റെ റീസൺ അവർക്ക് കൊടുക്കുന്ന വെച്ചാൽ ഓരോ ക്രൈറ്റീരിയ തന്നിട്ട് ആ ക്രൈറ്റീരിയയിൽ അവർ പാസിംഗ് സ്റ്റാൻഡേർഡ് എബോ ആയിരുന്നോ അല്ലെങ്കിൽ പാസിംഗ് സ്റ്റാൻഡേർഡ് ബിലോ ആയിരുന്നോ എന്നുള്ളത് റിപ്പോർട്ട് അവർ തരും. ഈ എല്ലാ ക്രൈറ്റീരിയയും പാസിംഗ് സ്റ്റാൻഡേർഡ് എബോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ NCLEX പാസ്സാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ എല്ലാ ക്രൈറ്റീരിയാസിൻ്റെയും നമ്മളുടെ പാസിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എബോ ആയിരിക്കണം. അതായത് ആ പിയർ സ്കോർ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. ഇപ്പോൾ സപ്പോസ് നമുക്ക് 3 മാർക്കാണ് നമുക്ക് ആ സെയിം ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പിയർ സ്കോറിന് കിട്ടിയത് 3 മാർക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പം നമുക്ക് സെയിം 3 മാർക്കാണ് നമുക്ക് ആ ക്വസ്റ്റ്യന് കിട്ടിയെന്നുണ്ടെങ്കിൽ വി ആർ ഈക്വൽ ടു പിയർ സ്കോർ. പക്ഷേ നമുക്ക് കിട്ടിയ മാർക്ക്
2 മാർക്കാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 2 ശരി ഉത്തരേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നമ്മളുടെ പെർഫോമൻസ് ബിലോ പിയർ സ്കോറാണ്. അപ്പം നമ്മുടെ പാസിംഗ് സ്റ്റാൻഡേർഡ് കുറേ. ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇനി എപ്പോഴാണ് എബോ ആകുന്നത്? നമുക്ക് കിട്ടിയ മാർക്ക് ഇപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. പിയർ ഗ്രൂപ്പിന് കിട്ടിയത് 3. അത് അവർ വെച്ചേക്കുന്ന ഒരു സ്കോറാട്ടോ. അതിന്നും എബോ ആയിരിക്കണം. ഒരു ഹിഡൻ സ്കോറാണ് അത്, നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് നമ്മളത് പെർഫോം ചെയ്യും. നമ്മുടെ ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം കൊടുക്കാനായിട്ട്. ചിലതാണെങ്കിൽ ഇപ്പം ഒരു സാറ്റ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവർ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കും സെലക്ട് 2, സെലക്ട് 3 അല്ലെങ്കിൽ സെലക്ട് 4 എന്നൊക്കെ എഴുതിയിരിക്കും. സോ അത്രയും മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കായിരിക്കും വരുന്നത്, റോങ് ആൻസറിലോട്ട് പോകും. പിന്നെ നമ്മളുടെ ആ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോൾ സപ്പോസ് 4 മാർക്കാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കോറ് പിയർ സ്കോറിനേക്കാൾ എബോ ആയിരിക്കും. മനസ്സിലായോ? സോ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ, കീവേഡ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു നമ്മൾ ആ മാർക്ക് നഷ്ടപ്പെടാണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. സപ്പോസ് നമുക്കൊരു ഉത്തരം സാറ്റ ക്വസ്റ്റ്യൻസ് വെച്ചാൽ സെലക്ട് ഓൾ ദാറ്റ് ടൈപ്പ് മോഡൽ, അങ്ങനത്തെ ക്വസ്റ്റ്യന് മെയിനായിട്ട് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതായത് ഇപ്പം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, നേരത്തെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ അതിനകത്ത് ഇപ്പം 3 മാർക്കേ കിട്ടുകയുള്ളൂ എന്ന് വെച്ചോ. 3 മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് എൻ്റെ ബേസ് എന്താണ്? 2 ഉത്തരം തെറ്റിപ്പോയി എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയ മാർക്ക് എത്ര? 3 മാർക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 3 മാർക്ക് കിട്ടുമ്പോൾ വെച്ചാൽ 2 ഉത്തരം നമുക്ക് തെറ്റിപ്പോയി എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് സ്കോറിങ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ 3 മാർക്കുണ്ടല്ലോ, അതിനകത്തുനിന്നും നമുക്ക് 2 മാർക്ക് നമുക്ക് തെറ്റിപ്പോയി. സോ 2 മാർക്ക് കുറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര മാർക്കായിരിക്കും എന്നറിയാവോ? 1 മാർക്കായിരിക്കും കിട്ടുന്നത്. അത് ഈ സാറ്റയ്ക്ക് മാത്രമല്ല, ഒരു ന്യൂജൻ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇപ്പം മെട്രിക്സ് ഗ്രിഡ് ടൈപ്പിനൊക്കെ ഇത് ഈ നെഗറ്റീവ് മാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് തെറ്റുത്തരം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് ഡിഡക്റ്റ് ആവും, മൈനസിലോട്ട് പോകത്തില്ല. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ 3 മാർക്ക് ഇപ്പം ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, 3 എണ്ണം ശരി ഉത്തരം കിട്ടി. 3 എണ്ണം ശരി ഉത്തരം മാത്രമേ നമ്മൾ ടിക്ക് ചെയ്തോളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ 6 എണ്ണം ഓപ്ഷൻസ് ചൂസ് ചെയ്തു, അതിനകത്ത് 3 എണ്ണം ശരിയായിരുന്നു, 3 എണ്ണം തെറ്റുത്തരാണെങ്കിൽ നമുക്ക് അവിടെ 1 മാർക്കും കിട്ടത്തില്ല, 0 മാർക്കിലോട്ടേ പോകത്തുള്ളൂ. ഇനി സപ്പോസ് നമ്മൾ അതിനകത്ത് ചൂസ് ചെയ്ത് 4 എണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും 0-ൽ എൻഡ് ചെയ്യും. അത് -1 ആയിട്ട് പോകത്തില്ല, 0-ൽ അവിടെ എൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, നെഗറ്റീവ് മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു 80 to 90% ഷുവറുള്ള ഓപ്ഷൻസ് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് തെറ്റുത്തരത്തിലോട്ട് പോവാണ്ട് ശരി ഉത്തരം മാത്രം നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കെങ്കിലും നമുക്ക് കിട്ടും. സപ്പോസ് ഇപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഈ 3 ഉത്തരവും ശരിയായിരുന്നു, ബട്ട് നമ്മൾ ആ 3 എണ്ണം മാത്രമേ സെലക്ട് ചെയ്തോളൂ, നെഗറ്റീവുകൾ ഒന്നും സെലക്ട് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് റോങ് ഉത്തരം സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3 മാർക്ക് നമുക്ക് കിട്ടിയേനെ. അതായത് ചുമ്മാ നമുക്ക് കറക്കി കുത്തരുത്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ സിനാരിയോ മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഷുവർ ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചൂസ് ചെയ്യുക. ഈ മെയിൻ ശ്രദ്ധിക്കേണ്ടത് സെലക്ട് ഓൾ ദാറ്റ് ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്കുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കും നഷ്ടപ്പെടും. സോ അതുകൊണ്ട് കിട്ടിയ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഉറപ്പായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുക. ഇത്രയാണ് അതിൻ്റെ ഒരു ഏകദേശമുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് ഗ്രാജുവലി നമുക്കത് സ്കോർ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി. ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റിക്കകത്ത് വരുന്ന മെയിൻ ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ബേസിക് കെയർ ആൻഡ് കംഫർട്ട്. നമ്മുടെ ഫൗണ്ടേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും മെയിനായിട്ടും ഈ ബേസിക് കെയർ ആൻഡ് കംഫർട്ടിനകത്ത് വരുന്നത്. ഓക്കെ, അതിലുള്ള ഒരു ടോപ്പിക്കാണ് പെയിൻ. ഇപ്പോൾ എന്ത് പെയിനും ആകാം. ചിലപ്പോൾ പേഷ്യൻറ്റിന് അബ്ഡോമിനൽ പെയിൻ ആകാം, അല്ലെങ്കിൽ ഫ്രാക്ചേർഡ് പെയിൻ ആകാം. എന്ത് പെയിൻ ആണെങ്കിലും നമുക്ക് എൻക്ലക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരത് പെയിൻ സ്കെയിൽ തന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്കറിയാം ഔട്ട് ഓഫ് 10 ആണ് നമ്മുടെ പെയിൻ സ്കെയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. 0 to 10 എന്നൊരു സ്കെയിൽ പേഷ്യൻറ്റിന് കൊടുക്കും. നമ്മളിങ്ങനെ ചോദിക്കും ഹൗ മച്ച് പെയിൻ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഔട്ട് ഓഫ് 10-ൽ എത്ര
സ്കോറാണ് അവരുടെ പെയിൻ്റെ സിവിയറിറ്റിക്ക് കൊടുക്കുന്നതനുസരിച്ചിട്ട് അവരുടെ സ്കോർ അനുസരിച്ചിട്ട് നമുക്കത് മൈൽഡ് ആണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി 0 to 4 എന്ന് പറയുന്നത് ഒരു മൈൽഡ് പെയിൻ ആണ്. ഓക്കെ, ഇനി 4 to 6 എന്ന് പറയുമ്പോൾ മോഡറേറ്റ് പെയിൻ. ഇനി സിവിയർ പെയിൻ എന്ന് പറയുമ്പം എബോവ് 7 ആണ്, 7 to 10 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സിവിയർ പെയിനെടുക്കും. സോ അവിടെ സിവിയർ പെയിനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് നീഡ് ആവശ്യമാണ്. 8 ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് സിവിയർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് നീഡ് ആവശ്യമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈവൻ പെയിൻ ഇമ്മീഡിയറ്റ് നീഡ് ആണെങ്കിൽ പോലും തന്നേക്കുന്ന ഓപ്ഷൻസിൽ ABC സ്ട്രാറ്റജി ആണ് കോംപ്രമൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്തിട്ടേ നമ്മൾ പെയിനിലോട്ട് പോകാൻ പാടുള്ളൂ. അല്ല പെയിൻ 9 കണ്ടു, സോ പെയിൻ ആദ്യം മാനേജ് ചെയ്യണം, അതാണ് കറക്റ്റ് ഉത്തരമാണെന്ന് വിചാരിക്കരുത്. ആ പ്രയോറിറ്റൈസേഷൻ്റെ സ്ട്രാറ്റജി അതേ രീതിയിൽ തന്നെ. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ്, ഒരു പേഷ്യൻ്റ് 2 ഓപ്ഷൻ ഞാൻ തരുക. അതായത് ഒരു പേഷ്യൻ്റ് പാങ്ക്രിയാറ്റൈറ്റിസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്തു, പേഷ്യൻറ്റിൻ്റെ പെയിൻ സ്കോർ 9 out of 10. ഓക്കെ, പാങ്ക്രിയാറ്റൈറ്റിസ് ആണ്, 9 out of 10 ആണ് പേഷ്യൻ്റെ പെയിൻ. അറ്റ് ദ സെയിം ടൈം വേറൊരു കണ്ടീഷൻ നിങ്ങൾക്ക് കിട്ടുവാണ്, പേഷ്യൻ്റ് ഡയഗ്നോസിസ് COPD ആണ്, പേഷ്യൻറ്റിന് 85% സാച്ചുറേഷൻ ഉള്ളൂ. ഓക്കെ, നേരത്തെ അത് ഒരു 94 ആയിരുന്നു, അല്ലെങ്കിൽ നേരത്തെ അത് ഒരു 92 ആയിരുന്നു. ഇപ്പം പേഷ്യൻറ്റിൻ്റെ സാച്ചുറേഷൻ 86 ഉള്ളൂ. ഏതായിരിക്കും നമ്മൾ ആദ്യം, ഏത് പേഷ്യൻറ്റിന് ആദ്യം നമ്മൾ കെയർ കൊടുക്കേണ്ടത്? ഈ പാങ്ക്രിയാറ്റൈറ്റിസ് വിത്ത് പെയിൻ 9 out of 10 ആണോ, ടു COPD വിത്ത് സാച്ചുറേഷൻ 86 ആണോ? ഏതിലാ കൊടുക്കേണ്ടത്? COPD പേഷ്യൻസിന്. എന്തുകൊണ്ടാണ് കൊടുക്കുക വെച്ചാൽ അവിടെ പേഷ്യൻറ്റിൻ്റെ എയർവേ ബ്രീത്തിങ് ആണ്, അവിടെ ബ്രീത്തിങ് ആണ് മെയിനായിട്ടും കോംപ്രമൈസ്ഡ് ആയിരിക്കുന്നത്. സോ പേഷ്യൻറ്റിന് ഹൈപ്പോക്സിയ ഉണ്ട്. 85 സാച്ചുറേഷൻ ഇൻ COPD പേഷ്യൻറ്റിന് അർത്ഥം വെച്ചാൽ പേഷ്യൻറ്റിന് എക്സിസ്റ്റിംഗ് ഹൈപ്പോക്സിയ ഉണ്ട്. സോ ആസ് കമ്പയർഡ് വിത്ത് പെയിൻ ആൻഡ് ഹൈപ്പോക്സിയ വിച്ച് ഈസ് ദ പ്രയോറിറ്റി നീഡ്, ഹൈപ്പോക്സിയാണ് പ്രയോറിറ്റി നീഡ്. അവിടെ നമ്മൾ ഹൈപ്പോക്സിയ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടിഷ്യൂ ഇൻഫാക്ഷനിലോട്ട് പോവും. അത് പിന്നെ പേഷ്യൻ്റ് സഡൻ കാർഡിയാക് അറസ്റ്റ് ദെൻ ഡെത്തിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഈ പ്രയോറിറ്റൈസേഷൻ തന്നെ നമ്മൾ കൺഫ്യൂസിങ് രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത്. പക്ഷേ ആ കൺഫ്യൂഷൻ വന്നാൽ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഇപ്പം ബേസിക് കെയർ ആൻഡ് കംഫർട്ടിനകത്ത് മെയിനായിട്ടും ഒരു ബേസിക്, ഇപ്പം മാസ്ലോസ് ഹയറാർക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ പെയിൻ എന്ന് പറയുന്നത് അതൊരു പ്രയോറിറ്റി നീഡ് തന്നെയാണ്. ഓക്കെ, അതായത് ABC കഴിഞ്ഞിട്ടേ മാസ്ലോസ് ഹയറാർക്കിയിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഫിസിയോളജിക്കൽ നീഡ് ഇപ്പോൾ സപ്പോസ് ബാക്കി എല്ലാ ഇതും ഓക്കെയാണ്. ഇപ്പോൾ COPD പേഷ്യൻറ്റിന് ഞാൻ 2 ഓപ്ഷൻ വീണ്ടും തരുക, സെയിം തന്നെയാണ്, നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി. ഞാൻ ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ, അതുകൊണ്ടാണ്. ഇപ്പോൾ 2 ഓപ്ഷൻ ഞാൻ സെയിം തരുക. COPD പേഷ്യൻ്റാണ്, പേഷ്യൻറ്റിന് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, ബട്ട് പേഷ്യൻറ്റിൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ 90% ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഒരു പാങ്ക്രിയാറ്റൈറ്റിസ് പേഷ്യൻ്റ് വരുന്നു, 2 പേഷ്യൻറ്റിൻ്റെ പെയിൻ 9 out of 10 ആണ്. ഈ 2 സിനാരിയോയിൽ ഏത് പേഷ്യൻറ്റിനായിരിക്കും പ്രയോറിറ്റി? പാങ്ക്രിയാറ്റൈറ്റിസ്. എന്തുകൊണ്ടാണ്? അവിടെ ABC അവിടെ അത്രയും കോംപ്രമൈസ്ഡ് അല്ല. COPD പേഷ്യൻറ്റിന് 90 സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റഡ് സാച്ചുറേഷൻ ആണ് അവിടെ. അപ്പം പേഷ്യൻറ്റിന് പക്ഷെ നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. ബട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് പേഷ്യൻറ്റിൻ്റെ പെയിൻ എന്ന് വെച്ചാൽ സിവിയർ പെയിൻ ആണ്. സോ ഇവിടെ ഈ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ വൈൽ കമ്പയറിങ് വിത്ത് പെയിൻ ABC അവിടെ കോംപ്രമൈസ്ഡ് അല്ല. അവിടുത്തെ കൂടുതലും അറ്റൻഷൻ ഏതിനാണ് വേണ്ടത്? പെയിനാണ് വേണ്ടത്. സോ ഇങ്ങനെ കൺഫ്യൂസിങ് രീതിയിലായിരിക്കും ഓപ്ഷൻസ് തരുന്നത്. ബട്ട് നമ്മൾ തറോ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ, കാരണം നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് റോങ് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എനിവേ ഒരു ഓപ്ഷൻ നമുക്ക് ബ്ലൈൻഡ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ സപ്പോസ് 4 ഓപ്ഷൻ നമുക്ക് കിട്ടുവാണ്. ഒരു ഓപ്ഷൻ നമുക്കത് കോൺട്രഡിക്ടറി ആയിരിക്കും, നമുക്കത് അധികം ചിന്തിക്കാണ്ട് തന്നെ ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്ത 3 ഓപ്ഷനകത്ത് ഒരു ഓപ്ഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, പക്ഷെ എന്നിരുന്നാലും അതിൽ എന്തെങ്കിലും നമ്മളത് കുറച്ചും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അത് റോങ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. സോ 2 നമ്മളങ്ങനെ എലിമിനേറ്റ് ചെയ്തു. പിന്നെ മോസ്റ്റ് കൺഫ്യൂസിങ് 2 ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ആ 2 ഓപ്ഷൻ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുമ്പോഴാണ് തെറ്റിലോട്ട് പോകുന്നത്. ആൻസർ റോങ് ആവേണ്ട സാധ്യത കൂടുതലാണ്. സോ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോസ്റ്റ് പ്രയോറിറ്റി എന്താണ്, അല്ലെങ്കിൽ മോസ്റ്റ് കൺസേൺ എന്താണ്, അല്ലെങ്കിൽ പേഷ്യൻ്റെ പ്രയോറിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ആണോ അൺസ്റ്റേബിൾ കണ്ടീഷൻ ആണോ ഏതാണെന്ന് നോക്കിയിട്ട്
ഓക്കെ, സ്റ്റേബിൾ കണ്ടീഷനാണോ അൺസ്റ്റേബിൾ കണ്ടീഷനാണോ എന്ന് നോക്കിയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അൺസ്റ്റേബിൾ ആയിട്ടുള്ളതിനെ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇറ്റ് ഈസ് എ പേഷ്യൻ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നീഡാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് കൺസേണിങ് നീഡ് ABC സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. മാസ്ലോസ് ഹൈറാർക്കി അപ്ലൈ ചെയ്യുമ്പോൾ ABC ആണ് കോംപ്രമൈസ്ഡ് ആണെന്നെങ്കിൽ അതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി. ഇനി സപ്പോസ് അക്യൂട്ട് വേഴ്സസ് ക്രോണിക് എന്ന ഒരിത് ക്രൈറ്റീരിയ മീൻസ് സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അക്യൂട്ട് സിംറ്റം ആയിരിക്കണം നമ്മളുടെ പ്രയോറിറ്റി നീഡ്. ക്രോണിക് സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, ഒത്തിരി കൺഫ്യൂഷനൊന്നും ആവേണ്ട. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പം ഞാനൊരു ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടോ അയ്യോ ഇത്രയും പാടാണോ, ഇത്രയും കൺഫ്യൂഷനാണ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും, ആൻസർ ചിലപ്പോൾ തെറ്റിപ്പോവും. ഒരു പക്ഷേ ഇപ്പോൾ ഇന്നലെ ഞാനൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഇട്ടതിനകത്ത് സൂര്യ എനിക്ക് റെസ്പോൺസ് തന്നായിരുന്നു. സോ അതിനകത്ത് സൂര്യയ്ക്ക് കുറച്ചല്ല ഒരു അധികം ഉത്തരം ശരിയായിരുന്നു, ബട്ട് കുറച്ച് ഉത്തരങ്ങൾ തെറ്റിപ്പോയി. പക്ഷേ ആ തെറ്റിപ്പോയി എന്ന് വെച്ചിട്ട് അത് നമുക്ക് അയ്യോ എന്നാലും അത് തെറ്റിയല്ലോ എന്നല്ല. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇന്നത്തെ ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്കുകൾ നാളത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അത് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ ഇന്ന് സപ്പോസ് ഒരു 5 ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിയെന്ന് വെച്ചാൽ നാളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് കുറയ്ക്കണം, 4 മിസ്റ്റേക്കിലോട്ട് കുറയ്ക്കണം. അടുത്ത നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 3 റോങ് ഉത്തരത്തിലോട്ട് കുറയ്ക്കണം. അങ്ങനെ ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയുവാണ്, നമ്മളിപ്പോൾ നാക്സ്ലെക്സ് ആണെങ്കിലും ആർച്ചർ ആണെങ്കിലും യുവേൾഡ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് മാർക്ക് തരും. നമ്മളൊരിക്കലും പെർസെൻറ്റേജ് കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നമ്മളുടെ മാക്സിമം ഫോക്കസ് മാക്സിമം കറക്റ്റ് ഉത്തരം ചെയ്യുക. മാക്സിമം കറക്റ്റ് ഉത്തരം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ പെർസെൻറ്റേജ് കയറിക്കോളും. ചിലർ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു 65% ആണ് നമുക്ക് അതിൽ ഇപ്പം നാക്സ്ലെക്സ് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ അതിനകത്ത് ഓക്കെ നമ്മളെ പെർഫോമൻസ് ഓക്കെ ആണെന്ന രീതിയിൽ അത് വെച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആകും. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യരുത്. മിനിമം നമുക്കൊരു 80 to 85% എങ്കിലും നമ്മളെ സ്കോർ ഉയർത്തിക്കൊണ്ട് വരണം. എന്നാൽ മാത്രമേ നമ്മളുടെ ആ ഒരു പാസിംഗ് സ്റ്റാൻഡേർഡ് മുകളിൽ വരത്തുള്ളൂ. മനസ്സിലായി, നമ്മുടെ ഗ്രാഫ് എപ്പോഴും മുകളിൽ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് ചിലർക്ക് ഗ്രാഫ് ചിലപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. പക്ഷേ നമ്മുടെ പെർഫോമൻസ് ഇപ്പം കണ്ടിന്യൂസ് റോങ് ആൻസേഴ്സിലോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. 85 ചിലപ്പം, അതായത് 85 ഷട്ട് ഡൗൺ ആയി എന്ന് വെച്ചിട്ട് നമ്മൾ പാസ്സാകണമെന്നുമില്ല ഫെയിൽ ആകണമെന്നുമില്ല. എന്തും സംഭവിക്കാം. നമ്മളുടെ പെർഫോമൻസ് ആദ്യത്തെ ഒരു 10-15 ക്വസ്റ്റ്യൻ അവർ നമ്മളുടെ ആ ഒരു ലെവൽ എന്താണെന്ന് അസസ് ചെയ്യുന്ന രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ പല ടോപ്പിക്കുകളിൽ നിന്ന് തരുന്നത്. വൺസ് നമ്മളെ പറ്റിയിട്ടൊരു ഐഡിയ അവർക്ക് കിട്ടും ആ 10-15 ക്വസ്റ്റ്യനിൽ തന്നെ. പിന്നെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ബേസിലായിരിക്കും. ടഫ് ക്വസ്റ്റ്യൻസിലോട്ടാണോ അല്ലെങ്കിൽ ലിബറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലോട്ടാണോ പോകുന്നതെന്നുള്ളത്. സോ നമ്മളെപ്പോഴും കോൺഷ്യസ് വെക്കേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അന്നന്ന് പഠിക്കുന്ന തിയറി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ, ഞാനല്ല വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിയറി നിങ്ങൾ അന്ന് തന്നെ PDF ക്ലാസ് മനസ്സിലാക്കുക, ഡൗട്ടുള്ള ചോദിക്കുക, അന്ന് തന്നെ ആ PDF ഒന്ന് വായിക്കുക. എന്നിട്ട് ആ ടോപ്പിക്ക് റിലേറ്റഡ് ഒരു മിനിമം ഒരു 20 to 25 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ചെയ്യണം. മിനിമം ഞാൻ പറയുന്നത്. ഇപ്പം മാക്സിമം നിങ്ങൾക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ തിയറി നമ്മൾ തറാവുന്നത്. അല്ല നമുക്ക് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എൻക്ലക്സ് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയ കാര്യം നമ്മൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ആ വരുന്ന മിസ്റ്റേക്ക്, സപ്പോസ് തുടക്കത്തിൽ തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന നമ്മളുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ വിത്തിൻ 3 months നിങ്ങൾക്കതിൻ്റെ എന്താ പറയുക ഒരു പാസ് റിസൾട്ട് നിങ്ങളെ കയ്യിലിരിക്കും. നമുക്കറിയാം ഇതൊരു ലൈഫ് ടേണിങ് എക്സാമാണ്. നമ്മുടെ ലൈഫ് തന്നെ മാറ്റാൻ കപ്പാസിറ്റി ഉള്ള ഒരു എക്സാമാണിത്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നവരാകാം, അതുപോലെ തന്നെ ഫാമിലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാകും. ബട്ട് ഈ ഒരു എക്സാമിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി മിനിമം ഒരു 1 hour എങ്കിലും നിങ്ങളുടെ സെൽഫ് ക്വസ്റ്റ്യൻ അനാലിസിസിന് നമ്മൾ സ്പെൻഡ് ചെയ്യുക. സോ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ സമയം നമുക്കറിയാമല്ലോ, പിറ്റേന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തലേ ദിവസം അറിയാൻ പറ്റും. സോ നമ്മളുടെ ഡ്യൂട്ടി, നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്
ഇന്ന സമയത്ത് എനിക്കൊരു 1 അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ അത് പ്ലാൻ ചെയ്യണം കേട്ടോ. പ്ലാൻ ചെയ്തിട്ട് ആ ഒരു സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തിയറി മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. തിയറി മാത്രം പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ കുറച്ച് അറിവ് കിട്ടുമെന്നേ ഉള്ളൂ. ഈ എക്സാം പാസ്സാകണമെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന തിയറി ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക, മീൻസ് അപ്ലൈ ചെയ്ത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ശരി ഉത്തരം നമ്മൾ കണ്ടെത്തുക. ഇതിനോടൊപ്പം തന്നെ ആക്ച്വലി നമുക്ക് നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ നോളജ് നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ എന്താ വേണ്ടത്, ക്രിട്ടിക്കലി പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മൾ തിയറി പഠിക്കുമ്പോൾ ഒരു സ്റ്റുഡൻ്റായിട്ടിരിക്കുക, ബട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സാണെന്നൊരു ബോധത്തോടുകൂടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട്, അല്ലാണ്ട് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് NCLEX സ്റ്റാർട്ട് ചെയ്തത്. സോ അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തിയറി നമുക്കറിയാമല്ലോ, പക്ഷേ NCLEX പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ളൊരു സത്യം. ഇപ്പോൾ 2 ഗവൺമെൻറ് എക്സാം ക്ലിയർ ചെയ്തിട്ടു ഉണ്ടെങ്കിലും നമ്മൾ NCLEX പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അതിൽ ഒത്തിരി ഡീപ്പായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനായിരുന്നു. കാരണം ഈ റോങ് ആൻസേഴ്സൊക്കെ ഇങ്ങനെ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല, അതുപോലും പറഞ്ഞു തരാൻ ആരുമില്ല. ഇപ്പം എന്നെ പഠിപ്പിച്ച മാഡം പുള്ളിക്കാരി തിയറി മാത്രം പഠിപ്പിക്കുകയാണ്. അപ്പുറത്തോട്ടൊരു ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജിയോ ഈ പറയുന്ന ക്രൈറ്റീരിയ ഒന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാനത് മനസ്സിലാക്കിയൊരു സത്യമായി. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ പറയുന്നതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഞാനിത് എന്തുകൊണ്ട് അത്രയും ക്രൈറ്റീരിയ ഒന്നും അറിഞ്ഞില്ലെങ്കിലും അത് പാസ്സായെന്ന് വെച്ചാൽ അത് നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. സോ ആ എക്സ്പോഷറിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ തിയറിയോടൊപ്പം നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസും കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ ഓരോ പേഷ്യൻറ്റിൻ്റെ ഫയലാണെങ്കിലും പേഷ്യൻറ്റിൻ്റെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും നിങ്ങളുടെ തലയിൽ കൂടെ ഈ തിയറി ഉണ്ടാവണം. ആ തിയറി നിങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ റിയൽ ലൈഫുമായിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ തിയറി നമ്മൾ മറന്നു പോകത്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഒരു അപ്പൻഡിസൈറ്റിസ് അതൊരു കണ്ടീഷനാണ്. സോ അപ്പൻഡിസൈറ്റിസിനകത്ത് പേഷ്യൻ്റ് പെയിൻ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പം ഹീറ്റ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല, ലാക്സേറ്റീവ് കൊടുത്താൽ റപ്ചർ ആവും, കുറച്ച് കാര്യങ്ങൾ അറിയാം പ്രയോറിറ്റി പക്ഷെ ഒരിക്കലും അതിൻ്റെ എന്തുകൊണ്ടാണ് ഹീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാത്തതെന്നുള്ള കാര്യം നമുക്കറിയില്ല. ചൂട് കൊടുക്കല്ലെന്ന് മാത്രമേ അറിയത്തുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് എന്താണ് അതിൻ്റെ കറക്റ്റ് റാഷണൽ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ലാക്സേറ്റീവ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹെവി ഡോസ് ഓപ്പിയോയിഡ് അനാൽജസിക്ക് അപ്പൻഡിസൈറ്റിസിന് കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്കത് എന്താണെന്നുള്ളത് പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയത്തുണ്ടാവില്ല. അപ്പം നമുക്ക് വേണ്ടത് ഒരു വൈ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണെന്നുള്ളത്. എന്തെങ്കിലും കാണാൻ ഉടനെ അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റിന് ഈ മെഡിസിൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അപ്പൻഡിസൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് ആൻറ്റിബയോട്ടിക് കിട്ടുന്നുണ്ട്. എന്തിനാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്? കാരണം അവിടെ ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, ആ ഒരു ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. ആ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ആക്ച്വലി ഇവിടെ ഇടേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ പഠിക്കുവാണല്ലോ ക്വസ്റ്റ്യൻ അങ്ങനെ വിചാരിച്ചില്ല, നമുക്കത് ഇൻട്രസ്റ്റും ആകും. ക്വസ്റ്റ്യൻ ചെയ്യുന്ന പിന്നെ നമുക്കൊരു അഡിക്ഷൻ പോലെ ആയിപ്പോൾ. ആദ്യത്തെ ഒരു സ്ട്രഗിൾ മാത്രമല്ല, അത് കഴിഞ്ഞ് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കാരണം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പിന്നെ ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിലായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു ഹാബിറ്റിലോട്ട് നിങ്ങൾ ഒരു 1 മന്തിനുള്ളിൽ അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഡെവലപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ അത്. അല്ലാണ്ട് നമുക്കിപ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മൾ പ്രയത്നിക്കുക. അല്ലാണ്ട് നമുക്ക് നമ്മളെ ഇത് പറഞ്ഞുതരും ഇവർ പറഞ്ഞുതരും അങ്ങനെയൊന്നുമില്ല. നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ വേണം. എനിക്ക് ഇത്ര മാസത്തിനുള്ളിൽ ഈ എക്സാം ക്ലിയർ ചെയ്യണം. സോ ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക, അതനുസരിച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഇനി ബേസിക് കെയർ ഞാൻ എപ്പോഴും ടോപ്പിക്ക് ഡൈവേർട്ട് വെച്ചാൽ ഇതിനകത്ത് ഈ സിയോമി ഫോൺ ആരാ ആക്ച്വലി പേര്? ഇതാരാ മൂന്നാമത്തിരിക്കുന്നത്?
പോയോ? ആ, എനിക്ക് രണ്ടുപേരുടെ പേര് മനസ്സിലായി, ബെൻസിയും സൂര്യയും. അടുത്ത ആളെനിക്ക് ആരാന്നും മനസ്സിലായില്ല. സോ അത് എനിവേ, എന്താ, നമുക്കൊരു എക്സാമിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ നമ്മളത് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കാരണം അത് തിയറി കൊണ്ട് മാത്രം, എനിക്ക് വേണമെങ്കിൽ ഈ ക്രൈറ്റീരിയ മാത്രം പറഞ്ഞിട്ട് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾ സ്റ്റക്ഡ് ആയിരിക്കും. ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം. അപ്പോൾ അത് അങ്ങനത്തെ ഉള്ള സ്റ്റക്ക് വരരുത്. അതുകൊണ്ടാണ് തുടക്കത്തിലേ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയയിലോട്ട് പോകാം. ഫസ്റ്റ് ക്രൈറ്റീരിയ ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി. ഈ NCSBN സിലബസ് തന്നെ ഈ ഓരോ ക്രൈറ്റീരിയയുടെ അണ്ടറിൽ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഈ ക്രൈറ്റീരിയയുടെ അണ്ടറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ബേസിക് കെയർ ആൻഡ് കംഫർട്ടിൽ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പെയിൻ, മൊബിലിറ്റി, ന്യൂട്രിഷൻ, ഓക്കെ, ആൻഡ് എലിമിനേഷനകത്ത് ബവൽ പാറ്റേൺ, യൂറിനറി റിട്ടൻഷൻ, കാത്തീറ്റർ കെയർ. ന്യൂട്രിഷനകത്ത് പേഷ്യൻറ്റിൻ്റെ ഫീഡ്, ഇപ്പോൾ നേസോ ഗ്യാസ്ട്രിക് ഫീഡിങ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിങ്, ജിജിനോസ്റ്റമി, ഇങ്ങനെയുള്ള ഫീഡിങ്. ഇനി പേഷ്യൻറ്റിൻ്റെ ഓരോ ഫീഡിന് ഇപ്പോൾ TPN, ഓക്കെ, TPNൻ്റെ എഫക്റ്റ് എന്താണ്, അതിന് TPNൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ന്യൂട്രീഷനിൽ വരുന്നത്. പിന്നെ ഓരോ ഡിസീസ് കണ്ടീഷനിലും ഓരോ സ്പെസിഫിക് ഡയറ്റ് ഉണ്ട്. നമുക്കറിയാം, കിഡ്നി അസുഖമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ റീനൽ ഡയറ്റ്, കാർഡിയാക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് ലോ ഫാറ്റ് ഡയറ്റ്, അതുപോലെ ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ കുറഞ്ഞ ഡയറ്റ്, ഇതുപോലെയുള്ള സ്പെസിഫിക് ഡയറ്റ് ഉണ്ട് ഓരോ ഡിസീസ് കണ്ടീഷൻ. അത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കും. അതുപോലെ തന്നെ ചില ഡയറ്റിൽ ഏതൊക്കെയാണ് ഹൈ കലോറി ഡയറ്റ്, അതുപോലെ തന്നെ ഗൗട്ട് എന്ന് പറയുമ്പോൾ ഈ യൂറിക് ആസിഡ് ഹൈ ആയിരിക്കും. സോ അങ്ങനെയുള്ള പേഷ്യൻറ്റിൽ നമ്മൾ എന്താണ് പ്യൂറിൻ റിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇതുപോലെ റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഉണ്ട്. ഓരോ ഡിസീസ് കണ്ടീഷനും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ട്. അത് ഏതാണെന്ന് ആ ടോപ്പിക്കിൽ നിന്ന് വരുന്നതൊക്കെ എല്ലാം ബേസിക് കെയർ ആൻഡ് കംഫർട്ടിനകത്താണ്. ഓക്കെ, അതുപോലെ തന്നെ മൊബിലിറ്റി ആണെങ്കിൽ പേഷ്യൻറ്റിന് നമ്മൾ ഇപ്പോൾ ഒരു DVT എന്ന ടോപ്പിക്ക്, DVT ഒരു ഇമ്മൊബിലിറ്റിയുടെ ഒരു കോംപ്ലിക്കേഷനാണ് DVT. സോ അതായത് ഇമ്മൊബിലിറ്റിക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാവോ അതെല്ലാം തന്നെ വരുന്നത് ഈ ഒരു ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റിയിലെ ബേസിക് കെയർ ആൻഡ് കംഫർട്ടിനകത്ത്. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ അസിസ്റ്റീവ് ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിൻ്റെ രണ്ട് കാലും തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇടയ്ക്ക് അബ്ഡക്ഷൻ പില്ലോ വെക്കും. ഓക്കെ, അതായത് കാല് ക്രോസ് ചെയ്യാൻ പാടില്ല. ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സർക്കുലേഷൻ കോംപ്രമൈസ് ആകും. അതൊരു അസിസ്റ്റീവ് ഡിവൈസ് ആണ്. ഇനി സപ്പോസ് ഫൗളേഴ്സ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റ് നമ്മൾ കംഫർട്ടായിട്ട് പേഷ്യൻറ്റ് ഓവർ ബെഡ് ടേബിൾ കൊടുക്കുന്നു, എക്സ്ട്രാ പില്ലോസ് കൊടുക്കുന്നു, അതൊരു അസിസ്റ്റീവ് ഡിവൈസസ് ആണ്. ഈ പേഷ്യൻറ്റിനെ ചെയറിൽ നിന്നും ബെഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അതിന് പ്രത്യേകം എക്യുപ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബെഡിൽ നിന്നും പേഷ്യൻറ്റിനെ ട്രോളിയിലോട്ട് മാറ്റാനായിട്ട് പ്രത്യേക എക്യുപ്മെൻറ്റ്. ഇതൊക്കെ എല്ലാം അസിസ്റ്റീവ് ഡിവൈസസ് ആണ്. സോ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ, മൊബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും വരുന്നത് ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റിയിൽ ബേസിക് കെയർ ആൻഡ് കംഫർട്ടിലാണ്. പിന്നെ പെയിൻ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പെയിൻ സ്കോർ അനുസരിച്ചിട്ട് എന്താണോ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഫോർ എക്സാമ്പിൾ മൈൽഡ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് പാരസെറ്റമോൾ കൊടുത്താൽ മതിയായിരിക്കും. മോഡറേറ്റ് പെയിൻ ആണെങ്കിൽ ചിലപ്പോൾ ഡൈക്ലോഫിനാക്ക് കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ ട്രെമഡോൾ കൊടുത്താൽ ചിലപ്പം പറ്റും. ബട്ട് സിവിയർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഡൈക്ലോയിലൊന്നും ആ പേഷ്യൻറ്റിൻ്റെ പെയിൻ നിൽക്കത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഓപ്പിയോഡ് അനാൽജസിക്സ് തന്നെയായിരിക്കും കൊടുക്കുന്നത്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിന് PRN ഓർഡേഴ്സ് ഉണ്ട്. PRN എന്ന് വെച്ചാൽ വെന്നെവർ നെസസറി. അവിടെ നമുക്കിപ്പം പേഷ്യൻറ്റിന് സിവിയർ പെയിൻ ആണ്, ഉടനെ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ട് PRN ഓർഡർ ഉണ്ടെങ്കിൽ ഇപ്പം ഓക്സിക്കോഡോൺ, അതായത് മോർഫിൻ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ PRN ഓർഡർ ഉണ്ടെങ്കിൽ പേഷ്യൻറ്റ് സിവിയർ പെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ അഡ്മിനിസ്റ്റർ ചെയ്യാം. അവിടെ നമ്മൾ ഫിസിഷ്യനെ വിളിച്ചിട്ട് പേഷ്യൻറ്റിന് ഇത്രയാണ് പെയിൻ സ്കോർ എന്ന് വീണ്ടും കൺഫേം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ ഓൾറെഡി നമുക്ക് ഓർഡർ ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ക്രൈറ്റീരിയ ആണ് ബേസിക് കെയർ ആൻഡ് കംഫർട്ട്. മെയിൻ ക്രൈറ്റീരിയ ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റി. രണ്ടാമത്തത് ഫാർമക്കോളജിക്കൽ ആൻഡ് പാരന്റൽ തെറാപ്പി. അതായത് മെഡിസിൻസിനകത്ത് നമുക്കറിയാം 5 റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ 5 റൈറ്റ്സ് ഇപ്പോൾ റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് ഡ്രഗ്, റൈറ്റ് ഡോസ്, റൈറ്റ് റൂട്ട്, ഓക്കെ, റൈറ്റ് ടൈം. അപ്പോൾ ആ റൈറ്റ് കറക്റ്റായിട്ടും ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഓരോ മെഡിസിന് വേറൊരു മെഡിസിനുമായിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ടാകും, ഡ്രഗ് ടു ഡ്രഗ് ഇൻറ്ററാക്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോകുന്ന പേഷ്യൻറ്റിന്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോകുന്ന പേഷ്യൻറ്റിന് നമ്മൾ ഏത് ഫ്ലൂയിഡാണ് നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഫ്ലൂയിഡും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫ്ലൂയിഡായിരിക്കും കൊടുക്കുന്നത്? ഐസോട്ടോണിക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 3 ഓപ്ഷൻ നിങ്ങൾക്ക് തരുക. നോർമൽ സലൈൻ തരുവാണ്, റിങ്ങർ ലാക്റ്റേറ്റ് തരുവാണ്, D5 തരുവാണ്. ഓക്കെ, ഇതിനകത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോകുന്ന പേഷ്യൻറ്റിന്? നോർമൽ സലൈനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ റിങ്ങർ ലാക്റ്റേറ്റ് നമ്മൾ കൊടുക്കുന്നില്ല?
റിംഗർ ലാക്ടേറ്റ് കൊടുക്കാവോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോകുന്ന പേഷ്യൻറ്റിന്? കൊടുക്കാൻ പാടില്ല. കാരണം ചില റിംഗർ ലാക്ടേറ്റിനകത്ത് പൊട്ടാസ്യം ഉണ്ട്. സോ പൊട്ടാസ്യം ക്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. സോ അതുകൊണ്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ റിംഗർ ലാക്ടേറ്റ് ഒന്ന് വൈ കണക്ടറിൽ കൊടുക്കത്തില്ല. ഇനി സപ്പോസ് ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ടും ലൈൻ ഫ്ലഷ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ സലൈൻ വെച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ആറിൽ നമ്മൾ കൊടുക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ ഡ്രഗ്, ഫോർ എക്സാമ്പിൾ ചില കണ്ടീഷനിൽ ചില ഡ്രഗ് കൊടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ പെപ്റ്റിക് അൾസർ ഉള്ള ഒരു പേഷ്യൻറ്റ് നമ്മൾ ആസ്പിരിൻ കൊടുക്കത്തില്ല. നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ടുള്ള ഇബുപ്രൂഫിനൊന്നും കൊടുക്കത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഡ്രഗ് എല്ലാം തന്നെ എന്താണ് ബ്ലീഡിങ് റിസ്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഈസോഫാജിൽ വാരീസസ്, പെപ്റ്റിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ ഇതിലൊന്നും നമ്മൾ ഈ നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗോ ആസ്പിരിനൊന്നും കൊടുക്കത്തില്ല. കാരണം അത് ബ്ലീഡിങ് റിസ്ക് ഉണ്ടാക്കുന്നത്. സോ ഇപ്പോൾ ഓരോ മെഡിസിനും നമ്മളത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ആക്ഷൻ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ആ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡയറ്റും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കർ കിട്ടുന്ന പേഷ്യൻറ്റിന് നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസിനകത്തൊരു ഒരു എൻസൈം ഉണ്ട്, CYP3/4 അങ്ങനെ ഒരു എൻസൈം ഉണ്ട്. സോ ഈ ഒരു എൻസൈം ഈ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഡ്രഗിൻ്റെ ആക്ഷനെ അതിൻ്റെ ഇന്ന് കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കാൽഷ്യം ചാനൽ കിട്ടുന്ന പേഷ്യൻറ്റിനോട് നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസിനോടൊപ്പം നമ്മളത് കുറയ്ക്കാൻ പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അയൺ എടുക്കുന്ന പേഷ്യൻറ്റിന് നമ്മൾ വിറ്റമിൻ സിയും കൂടെ സപ്ലിമെൻറ്റ് കൊടുക്കും. അല്ലെങ്കിൽ വിറ്റമിൻ സി റിച്ച് ഡയറ്റും കൂടെ റെക്കമെൻഡ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ വിറ്റമിൻ സി അയണിൻ്റെ അബ്സോർഷനെ കൂട്ടും. അതുകൊണ്ടാണ് നമ്മൾ വിറ്റമിൻ സി റിച്ച് ഡയറ്റ് ഈ അയൺ സപ്ലിമെൻറ്റേഷനോടൊപ്പം കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിസിൻസിൽ മെയിനായിട്ടും ആക്ഷൻ, പീക്ക് ആക്ഷൻ, ദെൻ സൈഡ് എഫക്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ ഡ്രഗ് ടു ഡ്രഗ് ഇൻട്രാക്ഷൻ, അതുപോലെ തന്നെ ഒരേപോലെ ഇരിക്കുന്ന സെയിം മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരുമിച്ച് കൊടുക്കത്തില്ല. അതായത് സെയിം ആക്ഷൻ ഉള്ള ഡ്രഗ് നമ്മൾ ഒരേ ടൈമിൽ കൊടുക്കില്ല. ഇപ്പോൾ സപ്പോസ് പേഷ്യൻറ്റിന് പെയിൻ ഉണ്ട്, ആ പെയിനിന് പേഷ്യൻറ്റിന് പാരസെറ്റാമോളും ഉണ്ട്, മോർഫിനും ഉണ്ട്. ഓക്കെ, പേഷ്യൻറ്റിന് സിവിയർ പെയിൻ ആണ്. സോ അവിടെ നമ്മൾ രണ്ടും അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. സിവിയർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരസെറ്റാമോൾ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്തിട്ട് ഏത് കൊടുക്കാം, മോർഫിൻ നമുക്ക് അഡ്മിനിസ്റ്റർ. അതുപോലെയുള്ള അല്ലെങ്കിൽ അത് ടോക്സിസിറ്റിയിലോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ സെയിം ആക്ഷൻസ് അതുപോലെ തന്നെ ഒരുപോലെ ഇരിക്കുന്ന ഡ്രഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് നല്ലോണം വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഡ്രഗ് കൊടുക്കാനായിട്ട്. പിന്നെ ഓരോ മെഡിസിൻ്റെയും ആക്ഷൻ എങ്ങനെയാണ്, മെറ്റാബോളിസം എങ്ങനെയാണ്, ഹാഫ് ലൈഫ് എന്താണെന്നൊക്കെ നമ്മളത് അറിഞ്ഞിരിക്കുക. പിന്നെ സ്പെസിഫിക് ഡ്രഗ്സ് ഉണ്ട്, ഓരോ സിസ്റ്റം റിലേറ്റഡ്, കാർഡിയാക് റിലേറ്റഡ് ഡ്രഗ്സ്, റെസ്പിറേറ്ററി റിലേറ്റഡ് ഡ്രഗ്സ്, അതെല്ലാം നമ്മൾ ഫാർമക്കോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസും ഉണ്ട്, സൈക്യാട്രിക് കണ്ടീഷൻസും ഉണ്ട്. രണ്ട് കണ്ടീഷനും മെഡിസിൻസ് വേറെ വേറെ മെഡിസിൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ എൻഡോക്രൈൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഹോർമോൺ സപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, തൈറോയ്ഡ് ഹോർമോൺ, അതല്ലെങ്കിൽ ഇപ്പം ഇൻസുലിൻ, ഡയബറ്റീസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഇൻസുലിൻ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ഓരോ സിസ്റ്റം റിലേറ്റഡ് സ്പെസിഫിക് ഡ്രഗ്സ്, അതുപോലെ തന്നെ ഐ വി തെറാപ്പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഫ്ലൂയിഡ് ആണെങ്കിൽ ആ ഫ്ലൂയിഡ് ഐസോട്ടോണിക് ആണോ, ഹൈപ്പോട്ടോണിക് ആണോ, ഹൈപ്പർട്ടോണിക് ആണോ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. സോ പിന്നെ ഐ വിയുടെ കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ സെൻട്രൽ ലൈൻ ആണോ, പെരിഫറൽ ലൈൻ ആണോ, പിക്ക് ലൈൻ ആണോ. പിക്ക് എന്ന് വെച്ചാൽ പെരിഫറലി ഇൻസേർട്ടഡ് സെൻട്രൽ ലൈൻ, ഡയറക്റ്റ് സെൻട്രൽ ലൈനും ഉണ്ട്, പെരിഫറലി ഇൻസേർട്ട് സെൻട്രൽ ലൈൻ ഉണ്ട്. സോ ഓരോ ഐ വിയുടെ ടൈപ്പ്, പിന്നെ ഓരോ കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത്രയും വരുന്നത് ഫാർമക്കോളജിക്കൽ ആൻഡ് പാരന്റൽ തെറാപ്പി. അടുത്ത ക്രൈറ്റീരിയ ആണ് റിഡക്ഷൻ ഓഫ് റിസ്ക് പൊട്ടൻഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻ പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് എന്തൊക്കെ മോണിറ്ററിങ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും ന്യൂ ഓൺസെറ്റ് ഓഫ് സിംറ്റം ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ABG അബ്നോർമൽ ആണോ, ഇനി MI ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ട്രോപ്റ്റി എലിവേറ്റഡ് ആണോ, ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ProBNP ആണ് നോക്കുന്നത്. സോ ProBNPയുടെ വാല്യൂ എത്രയാണ്, ഇങ്ങനെയുള്ള കാർഡിയാക് മാർക്കേഴ്സ്, ABG വാല്യൂസ്. ടെലിമെട്രി എന്ന് വെച്ചാൽ നമ്മുടെ ഇതാട്ടോ ECG കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത് ടെലിമെട്രി. പൾസ് ഓക്സിമീറ്റർ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പേഷ്യൻറ്റിന് വന്നപ്പോൾ ഒരു സിംറ്റം ആയിരിക്കും, പെട്ടെന്ന് പേഷ്യൻറ്റ് സഡൻ ഓൺസെറ്റ് ആയിട്ട് സിംറ്റം ഡെവലപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് വേഴ്സണിങ് സ്റ്റേജിലോട്ടായിരിക്കും. ഇപ്പോൾ ECGയിലൊക്കെ മെയിനായിട്ടും ഈ ടെലിമെട്രിയിൽ മെയിനായിട്ടും റിതം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് മെയിനായിട്ട്. അരിത്മിയ, ഏട്രിയൽ ക്വസ്റ്റ്യൻ ആസ്കിങ് മെയിൻലി ഏട്രിയൽ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ, പൾസ്ലെസ് വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ. അതുപോലെ തന്നെ വെൻട്രിക്കുലർ ഫിബ്രിലേഷനും ഏട്രിയൽ ഫിബ്രിലേഷൻ നമ്മൾ എന്താണ് കോറിലേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ഹാർട്ട് ബ്ലോക്ക്,
കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആണോ, പാർഷ്യൽ ഇത് ഫസ്റ്റ് ഡിഗ്രി ആണോ, സെക്കൻഡ് ഡിഗ്രി ആണോ, ഇതെല്ലാം നമുക്ക് ഹൃദയത്തിലൂടെ നമുക്ക് ECG ചേഞ്ചസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നെക്സ്റ്റ് ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ സിസ്റ്റം ചാർജ് ഇല്ല കേട്ടോ, ഒരു സെക്കൻഡ്. എനിവേ ഈ ടോപ്പിക്ക് എടുത്തിട്ട് ഞാൻ ചാർജ് എടുത്തിട്ട് വരാം. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനകത്ത് മെയിനായിട്ടും ഷോക്ക്, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, ആസിഡ് ബേസ് ബാലൻസ്, നേരത്തെ പറഞ്ഞ പോലെ അസിഡോസിസ് ആണോ ആൽക്കലോസിസ് ആണോ, അത് റെസ്പിറേറ്ററി ആണോ മെറ്റാബോളിക് ആണോ എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ഹൈപ്പോക്സി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഓരോ ഓർഗൻ അത് വർക്കിംഗ് ആണോ, ഓക്കെ, റീനൽ, ഹെപ്പാറ്റിക്, റെസ്പിറേറ്ററി, ഇങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണോ, പേഷ്യൻ്റ് എന്തെങ്കിലും ഫെയിലിയർ സ്റ്റേജിലോട്ടാണോ പോകുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റ്. അതിനകത്ത് വരുന്നതാണ് മാനേജ്മെൻറ്റ് ഓഫ് കെയർ, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. മാനേജ്മെൻറ്റിനകത്താണ് നമ്മൾ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യുന്നത്, ഡെലിഗേഷൻ, പ്രയോറിറ്റൈസേഷൻ, എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്റ്റ്. അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആസ്കിങ് ആണ് ഓരോ എത്തിക്കൽ വയലേഷൻസ്, അതുപോലെ തന്നെ എത്തിക്കൽ റൂൾസ്, എത്തിക്കൽ ലോ, ഇൻഫോംഡ് കൺസെൻറ്റ്, അഡ്വാൻസ് ഡയറക്റ്റീവ്, കോൺഫിഡൻഷ്യാലിറ്റി, പേഷ്യൻറ്റിനോട് നമ്മൾ എന്തെങ്കിലും കെയറിൽ എന്തെങ്കിലും നെഗ്ലിജൻസ് കാണിക്കുന്നു, അതുപോലെ തന്നെ ബാറ്ററി, അസോൾട്ട്, അതെല്ലാം എത്തിക്കൽ വയലേഷൻസ് ആണ് കേട്ടോ. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ, അതായത് ഒരു ടീം വർക്ക്, ഇതെല്ലാം വരുന്നത് പേഷ്യൻറ്റിന് സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡെലിഗേഷൻ പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ആറിന് ചെയ്യേണ്ട ഡ്യൂട്ടി ഒരിക്കലും LPNന് ചെയ്യാൻ പറ്റത്തില്ല, LPN ചെയ്യേണ്ട ഡ്യൂട്ടി ഒരിക്കലും അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണിന് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ചെയ്യേണ്ട സ്കോപ്പ് ഓഫ് പ്രാക്ടീസസ് ഉണ്ട്, അത് ആ ഒരു രീതിക്ക് മാത്രമേ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇൻഫെക്ഷൻ കൺട്രോളിനകത്ത് ഓരോ ഇൻഫെക്ഷൻസ്, അതിൽ എന്തൊക്കെ ഐസൊലേഷൻസ് ആണ് വേണ്ടത്, ഏത് പ്രിക്കോഷൻസ്, എയർബോൺ പ്രിക്കോഷൻ ആണോ, കോണ്ടാക്ട് പ്രിക്കോഷൻ ആണോ, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻ ആണോ എന്നുള്ള നമുക്ക് മനസ്സിലാക്കുക. PPE എക്യുപ്മെൻറ്റ്, ഡോണിങ് ആൻഡ് ഡോഫിങ് ഓഫ് PPE എക്യുപ്മെൻറ്റ്, സ്റ്റെറൈൽ ടെക്നിക്ക്, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, മെയിനായിട്ടും ഇത് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, കത്തീഡ്രൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ, അത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എങ്ങനെയാണ്. ഇനി എമർജൻസി റെസ്പോൺസ്, ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഫയർ, ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റർ ലൈക്ക് എർത്ത് ക്വേക്ക്, ഇങ്ങനെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ട്രയാജ് സിസ്റ്റം, പേഷ്യൻറ്റിൻ്റെ വൂണ്ടഡ് എത്രത്തോളം സിവിയറിറ്റി ഓഫ് ഡാമേജ് മീൻസ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ട് പേഷ്യൻ്റ് യെല്ലോ കാറ്റഗറി ആണോ, റെഡ് കാറ്റഗറി ആണോ, ഗ്രീൻ കാറ്റഗറി ആണോ, ഇനിയിപ്പോൾ ഡെഡ് ആണെന്നുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ബ്ലാക്ക് കാറ്റഗറി. അങ്ങനെ നമുക്ക് ഓരോ പേഷ്യൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ടോപ്പിക്കാണ് സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റിനകത്ത്. ഒരു സെക്കൻഡേ ഒന്ന് നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്ത്, ഞാൻ ചാർജർ ഒന്ന് എടുത്തിട്ട് വന്നോട്ടെ. ഞാൻ റൂമിൽ ഇരുന്നതാ, ബട്ട് അവിടെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുകളിലോട്ട് വന്നതാ. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ടോപ്പിക്ക് മനസ്സിലായോ? ക്രൈറ്റീരിയയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ, ശരി. അപ്പം ഇത് ഓർക്കുക കേട്ടോ, ഞാൻ ആ സിലബസും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സിലബസും മനസ്സിലാകും, പ്ലസ് ഓരോ ക്രൈറ്റീരിയയുടെ അണ്ടറിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാകും. ഇത് എൻ്റെ ബേസാണ് കേട്ടോ. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്തൊക്കെ സിസ്റ്റംസ് ആണ്, എന്തൊക്കെയാണ് ജനറൽ ടോപ്പിക്കാണെന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടി. സിസ്റ്റം നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് ജനറലായിട്ടുള്ള കാര്യങ്ങൾ, പെറ്റിക്കൽ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോള്, ഫയർ ആൻഡ് സേഫ്റ്റി, ട്രയാജ്, പോയിസണിങ്, പിന്നെ അഡ്വാൻസ് ഡയറക്റ്റീവ്, ഇൻഫോംഡ് കൺസെൻറ്റ്, പിന്നെ വരുന്നതാണ് ഇന്റർ പാർട്ട്ണർ വയലൻസ്, ചൈൽഡ് അബ്യൂസ്, പിന്നെ സേഫ്റ്റി ഓഫ് ദ ഇപ്പോൾ പ്രഗ്നൻസി സേഫ്റ്റി ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി, പ്രത്യേകിച്ച് സീറ്റിങ്, ഇതൊക്കെ എല്ലാം ജനറൽ ടോപ്പിക്കാണ്, നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഏത് ഏരിയയിൽ നിന്ന് നമ്മൾ ചോദിച്ചിരുന്നാലും അയ്യോ എനിക്ക് ഈ ടോപ്പിക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത വരരുത്. അതിനാണ് തുടക്കത്തിലേ നിങ്ങൾക്ക് ഞാൻ ആ ടോപ്പിക്കൊന്ന്
ഫെമിലറൈസ് ചെയ്യുന്നത്. ആ ടോപ്പിക്ക് ഫെമിലറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടും, എനിക്ക് ഇത്രയൊക്കെ പഠിക്കാനുണ്ട്, അപ്പം ഞാൻ അത്രയും എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. മറ്റേ നമ്മൾക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് എന്തോ പഠിക്കുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്കൊരു പ്ലാനിങ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓവർവ്യൂ വേണം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഐഡിയ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം നമ്മളവിടെ ഉഴപ്പത്തില്ല മീൻസ് നമുക്ക് വേറെ കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു എക്സാമിന് ഇതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള ഒരു എഫേർട്ട് നമ്മൾ അവിടെ ഇടും. ഓക്കെ, അത് ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയുവാണ്, നിങ്ങൾക്ക് പഠിക്കണമല്ലോ എന്ന് വെച്ചിട്ടൊരു എക്സ്ട്രാ എഫേർട്ട് അല്ല ഇവിടെ വേണ്ടത്. നമുക്ക് വേണ്ട നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഒരു അധികം എഫേർട്ടോ അല്ലെങ്കിൽ അധികം ടെൻഷനോ ഒന്നും ഇല്ലാണ്ട് ക്ലിയറായിട്ട് തിയറി മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് കറക്റ്റ് ശരിയായ സ്ട്രാറ്റജിയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടെൻഷൻ നമുക്ക് കുറയ്ക്കാം. നമുക്ക് വേണ്ടത് അതാണ്. അതിനോടൊപ്പം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും വേണം, ഒരു ഗോൾ വേണം. ടെൻഷൻ വരുമ്പോൾ റിലാക്സ് ചെയ്യുക. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ മടുക്കും. മടുക്കുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് പിന്നെ വന്നിരുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. കാരണം നമ്മളെ ബ്രെയിനിൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ്ങാണ് വേണ്ടത്. സോ ബ്രെയിൻ സ്റ്റാർവിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളൊരു കമ്മിറ്റഡ് ആവുക. നമ്മൾ കമ്മിറ്റഡ് ആവുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എക്സ്ട്രാ ആരും നമ്മളോട് പറയണ്ട, നമ്മൾ സ്വന്തം തോന്നി ഇത് നമ്മളുടെ ആവശ്യം അല്ലയോ, നമുക്കൊരു എക്സാം പാസ്സാകുക എന്നുള്ള നമ്മളുടെ ആവശ്യം, അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ നിർബന്ധിച്ചിട്ടോ ഇപ്പം ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ അയ്യോ ഇപ്പം ഞാൻ പറയുവാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഒരു തോന്നലുണ്ടാക്കി നിങ്ങൾക്ക് തന്നെ ഇത് ക്രാക്ക് ചെയ്യണം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് ഒരു ദിവസം, ഇപ്പം ഞാൻ അതുകൊണ്ട് ക്ലാസ്സിൻ്റെ ടൈമിങ് പോലും കുറച്ചത് 1 മണിക്കൂറേ ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ ഡെയിലി. ബാക്കി നിങ്ങൾക്ക് സമയമുണ്ട്. ഇപ്പം ഇത്തിരി കൂടിപ്പോയെന്നേ ഉള്ളൂ. അത് ഞാൻ ഇത്രയും കുറച്ച് ജനറൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉടനെ സ്റ്റോപ്പ് ചെയ്തു പറഞ്ഞിട്ട്. അപ്പം ഞാൻ കണ്ടീഷൻസ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 അവർ എടുക്കുന്നുള്ളൂ. പക്ഷെ ആ 1 അവറിൽ മാക്സിമം തിയറി നിങ്ങൾക്ക് ആവശ്യമുള്ള തിയറി മാത്രമാണ് പഠിപ്പിക്കുന്നത്. സോ ആവശ്യമുള്ള തിയറി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് 70 എപ്പോഴും ഓർക്കുക, 30% മാത്രമേ തിയറി പ്ലസ് എവിടെയാണോ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 70% നിങ്ങളുടെ സെൽഫ് പ്രിപ്പറേഷനാണ്. സെൽഫ് പ്രിപ്പറേഷൻ ഞാൻ ഉദ്ദേശിച്ചത് സെൽഫായിട്ട് നിങ്ങൾ എത്രത്തോളം ടൈം ക്വാളിറ്റേറ്റീവായിട്ട് സ്മാർട്ട് വർക്ക്, നോട്ട് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, അത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ആ അസസ്മെൻറ്റ് ടെസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതെനിക്ക് പറ്റും. കാരണം നമ്മൾ 5 വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് അതൊന്ന് നമ്മളൊരു സ്ട്രക്ചേർഡായിട്ട് കുറച്ചും കൂടെ അനലിറ്റിക്കൽ രീതിയിൽ നമ്മളത് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതലും പാത്തോഫിസിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇച്ചിരി ഡീപ്പ് നമ്മൾ അറിഞ്ഞിരിക്കുക. അസസ്മെൻറ്റ് ഫോക്കസ് ചെയ്യുക, അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്, മാനേജ്മെൻറ്റ്, കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്രൈറ്റീരിയസാണ് നോക്കിയത്? ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റിയിൽ ബേസിക് കെയർ ആൻഡ് കംഫർട്ട്, pharmacological and parental therapy, reduction of risk potential. Okay, then physiological adaptation. ഇത്രയാണ് ഈ ഫിസിയോളജിക്കൽ ഇൻറ്റഗ്രിറ്റിക്ക് അകത്ത് വരുന്ന ക്രൈറ്റീരിയാസ്. നെക്സ്റ്റ് സേഫ് ആൻഡ് എഫക്റ്റീവ് കെയർ എൻവയോൺമെൻറ്റ്. അതിനകത്താണ് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ്. മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് കെയർ, അതിലാണ് ഡെലിഗേഷൻസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് എല്ലാം തന്നെ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി മാത്രമല്ല നമ്മളുടെ സേഫ്റ്റിയും കൂടെ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോണ്ടാക്റ്റ് പ്രിക്കോഷൻ ഉള്ള ഒരു പേഷ്യൻറ്റ്, അതായത് ക്ലോസ്ട്രിഡിയം ഡിഫിസിൽ അല്ലെങ്കിൽ MRSA ഉള്ള കണ്ടീഷൻ. ഓക്കെ, ഈ കണ്ടീഷനിൽ എക്സാമ്പിളാണ് MRSAക്ക് കോണ്ടാക്റ്റ് പ്രിക്കോഷനാണ് വേണ്ടത്, MRSA. അതുപോലെ തന്നെ ക്ലോസ്ട്രിഡിയം ഡിഫിസിലേക്ക് മെയിനായിട്ടും ലൂസ് ടൂളാണ് മെയിനായിട്ടും ഉള്ള ഇത് കേട്ടോ. MRSAക്കകത്ത് വരുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് നമ്മൾ ഇൻഫെക്ഷൻ റിസ്ക് കൂടുതലാണ്. ഇപ്പം ഒരു കണ്ടിന്യൂസ് ഡയറി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ സസ്പെക്റ്റഡ് ക്ലോസ്ട്രിഡിയം ഡിഫിസിലായിരിക്കും. സോ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉള്ള പേഷ്യൻ്റ് വരുമ്പോൾ ഇവിടുത്തെ മെയിൻ ഏത് പ്രിക്കോഷനാണ് വരുന്നത്? കോണ്ടാക്റ്റ് പ്രിക്കോഷനാണ്.
ഏതില MRSA അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം ഡിഫിസിലിൽ വരുന്നത്. സോ ഈ കോണ്ടാക്ട് പ്രിക്കോഷനിൽ നമ്മൾ എന്തൊക്കെ PPE എക്യുപ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കുക. മെയിനായിട്ടും വേണ്ടത് ഗ്ലൗസ് ആൻഡ് ഗൗണാണ്. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഫീസസ്, യൂറിൻസ്, ഡിസ്ചാർജസ് ഇതൊക്കെ നമ്മൾ ടച്ച് വരുമ്പോൾ നമ്മളെ ബോഡി നമ്മളും പ്രൊട്ടക്റ്റ് ആവുക. Not only safety to the patient, we healthcare workers also need to get protected from getting diseases. Okay, so നമ്മൾ വിയർ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള PPE എക്യുപ്മെന്റ് ഫോർ കോണ്ടാക്ട് പ്രിക്കോഷൻ ആണെങ്കിൽ ഏതാണ്? ഗ്ലൗസ് ആൻഡ് ഗൗൺ. ഗ്ലൗസും ഗൗണും ആണ് മെയിനായിട്ടും വേണ്ടത്. ഓക്കെ, ഈ ഗ്ലൗസും ഗൗണും നമ്മൾ വിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലോസ്ട്രിഡിയം ഡിഫിസിലെ പേഷ്യൻറ്റിന് നമ്മളിപ്പോൾ നമ്മൾ മാനേജ് ചെയ്തു, ഗ്ലൗസ് റിമൂവ് ചെയ്തു. യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്തിട്ട് പോകും, ഹാൻഡ് വാഷ് ചെയ്യത്തില്ല. ബട്ട് ഈ ക്ലോസ്ട്രിഡിയം ഡിഫിസിലിൽ ആ ബാക്ടീരിയ അതിൻ്റെ പോഴ്സ് നമ്മൾ സാനിറ്റൈസ് യൂസ് ചെയ്താലും പോകത്തില്ല. സോ അത് എന്ത് ചെയ്യും, നമ്മൾ സാനിറ്റൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമ്മൾ അടുത്ത പേഷ്യൻറ്റിലോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ അടുത്ത പേഷ്യൻറ്റിന് വരാനുള്ള റിസ്ക് കൂടുതലാണ്. സോ അത് ക്വസ്റ്റ്യൻ ആസ്കിങ് ഏരിയ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തു പറയുന്നത്. സോ ഇങ്ങനെ ക്ലോസ്ട്രിഡിയം ഡിഫിസിലുള്ള പേഷ്യൻറ്റിന് നമ്മൾ കെയർ കൊടുത്തിട്ട് ഗ്ലൗസ് റിമൂവ് ചെയ്തിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഹാൻഡ് വാഷിങ് ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് പേഷ്യൻ്റെ അടുത്ത് നമ്മൾ പോകാൻ പാടുള്ളൂ. കാരണം സോപ്പ് ആൻഡ് വാട്ടറിന് മാത്രമേ ആ ബാക്ടീരിയ പോസിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊല്ലാനായിട്ടുള്ള കഴിവുള്ളൂ. സാനിറ്റൈസറിൻ്റെ അതിൻ്റെ കഴിവില്ല. സോ ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇൻഫെക്ഷൻ കൺട്രോളിൽ. പിന്നെ ഡോണിങ് ആൻഡ് ഡോഫിങ്, വിയർ ചെയ്യുന്ന ഓർഡർ, അതുപോലെ തന്നെ ഊരുന്ന ഓർഡർ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഡോൺ ചെയ്യുമ്പോൾ, അത് ഇടുമ്പം ഏറ്റവും സ്റ്റെറൈൽ ഏറ്റവും അവസാനമേ നമ്മൾ ഇടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഏറ്റവും സ്റ്റെറൈൽ ഗ്ലൗസ് ആണ്. സോ ഗ്ലൗസ് ഏറ്റവും അവസാനമായിരിക്കും ഡോണിങ്ങിൽ. പക്ഷേ ഡോഫിങ് ചെയ്യുമ്പോൾ, അത് റിമൂവ് ചെയ്യുമ്പം ഏറ്റവും കണ്ടാമിനേറ്റഡ് ആയിരിക്കും ആദ്യം നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കണ്ടാമിനേറ്റഡ് ഏതായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു പേഷ്യൻ്റ് നമ്മളൊരു കെയർ കൊടുക്കുന്നു, അതിൽ മോസ്റ്റ് കണ്ടാമിനേറ്റഡ് ഏതായിരിക്കും നിങ്ങൾ ആദ്യം റിമൂവ് ചെയ്യുന്നത്? ഗ്ലൗസ്. കാരണം നമ്മൾ പേഷ്യൻ്റായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് ഗ്ലൗസ് ആണ്. സോ ഗ്ലൗസ് ഓർത്ത് വയ്ക്ക്. നമ്മൾ പുട്ട് ഓൺ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡോൺ ചെയ്ത സമയത്ത് ഗ്ലൗസ് ആണ് ഏറ്റവും അവസാനം ഇട്ടത്, പക്ഷെ നമ്മൾ റിമൂവ് ചെയ്ത സമയത്ത് ഗ്ലൗസ് ആണ് ഏറ്റവും അവസാനം. അപ്പോൾ ആ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ സ്റ്റെറൈൽ ടെക്നിക്ക് നമുക്കറിയാം. സ്റ്റെറൈൽ ടെക്നിക്കിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഈവൻ എല്ലാ PPE എക്യുപ്മെൻറ്റ് നമ്മൾ വിയർ ചെയ്തിട്ട് വേണം നമ്മൾ ആ പ്രൊസീജിയറിൽ ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ മെയിൻലി ഫോക്കസിങ് എന്താണ്, സെൻട്രൽ ലൈൻ അസോസിയേറ്റ് വെച്ചാൽ സെൻട്രൽ ലൈൻ ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ സെൻട്രൽ ലൈൻ കെയർ കൊടുക്കുക. അവിടെ എന്തെങ്കിലും ഊസിങ്ങോ ഡിസ്ചാർജസോ അല്ലെങ്കിൽ ഡ്രസ്സിങ് വെറ്റാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് കത്തീട്രൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതാണ് കോട്ടി. ഓക്കെ, കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് യൂഷ്വലി എനിക്ക് ഇപ്പോഴും കറൻ്റ്ലി നാട്ടിൽ അറിയത്തില്ല, 24 hours ആണ് കാത്തറൈസേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഇപ്പം പ്രൊലോങ്ഡ് കാത്തറൈസേഷൻ ആവശ്യമുള്ള പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിന് കത്തീറ്റർ കെയർ ഡെയിലി കൊടുക്കുക, എവരി വീക്കിലി കത്തീറ്റർ മാറ്റണം. അല്ലാതെ ഒരു അക്യൂട്ട് ഒരു ഇതിലോട്ടാണെങ്കിൽ 24 hours വരെ മാത്രമാണ് ഈ കത്തീറ്ററൈസേഷൻ എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ബണ്ടിൽസ്, അതായത് അവർക്ക് പ്രോപ്പറായിട്ട് മൗത്ത് കെയർ കൊടുക്കുക, വെന്റിലേറ്റർ കെയർ കൊടുക്കുക, സക്ഷനിങ് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. ഇതാണ് മെയിനായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷനകത്ത് വരുന്നത്. പിന്നെ എമർജൻസി റെസ്പോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫയർ ആൻഡ് റെസ്ക്യൂ, ഓക്കെ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ട്രയാജ്. ഇത്രയാണ് സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. നെക്സ്റ്റ് ക്രൈറ്റീരിയ ആണ് സൈക്കോസോഷ്യൽ ഇൻറ്റഗ്രിറ്റി. സൈക്കോസോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വരുന്ന മാനേജ്മെൻറ്റ്സ്, ഇപ്പോൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻ, ഓക്കെ, അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ സ്ട്രെസ് റെസ്പോൺസ്, ഗ്രീഫ്, ഡിഫെൻസ് മെക്കാനിസം, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ, ഡിപ്രഷൻ, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ, സ്കീസോഫ്രീനിയ, ബൈപ്പോളാർ. പിന്നെ നമ്മൾ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ലിസണർ ആയിരിക്കുക. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കേണ്ടത്. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അവർ റിപ്ലൈ തരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാൻ. ഓക്കെ, ക്ലോസ്ഡ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ യെസ് ഓർ നോ മാത്രമേ ഉള്ളൂ. അതായത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ചോദ്യം ഉണ്ടാവും, ഉത്തരവും ഉണ്ടാവും. അപ്പോൾ ക്ലയൻറ്റിന് അവിടെ യെസ് ഓ നോ മാത്രം പറഞ്ഞാൽ മതി. അതാണ് ക്ലോസ്ഡ് എൻഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എത്രയാണ് പെയിൻ സ്കോർ, ഔട്ട് ഓഫ് 10 എത്രയാണ് പെയിൻ എന്ന് നമ്മൾ ചോദിക്കുക. അത്
പേഷ്യൻ്റ് ഇപ്പോൾ 8 എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്ലയൻറ്റ് തന്നെ ക്ലയൻറ്റിൻ്റെ ഫീലിംഗ് പറയുക. നമ്മളിപ്പോൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10 8 ആണല്ലയോ പെയിൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യവും നമ്മൾ ചോദിച്ചു, ഉത്തരവും നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ പേഷ്യൻ്റ് അതെ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കറക്റ്റ് റെസ്പോൺസ് നമുക്ക് കിട്ടത്തില്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓപ്പൺ എൻഡഡ് ആയിരിക്കുക, അതുപോലെ തന്നെ എംപത്തറ്റിക്കൽ ആയിരിക്കുക. നമ്മൾ ഒരിക്കലും അവരുടെ ഇമോഷൻസിനെ പരിഗണിക്കാണ്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കരുത്. ഇപ്പോൾ അവർക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പേഷ്യൻറ്റിൻ്റെ ഫാമിലിയെ പറ്റി ചോദിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടികളെ പറ്റി ചോദിച്ചപ്പോൾ പേഷ്യൻ്റ് ഇരുന്ന് കരയുവാണ്. സോ നമ്മൾ വീണ്ടും ഡീപ്ലി ആ ഒരു ടോപ്പിക്കിൽ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. അപ്പം പേഷ്യൻറ്റിന് സങ്കടം കൂടത്തേ ഉള്ളൂ. അപ്പോൾ പേഷ്യൻറ്റിന് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എംപത്തറ്റിക്കായിട്ട് നമ്മൾ അവരടുത്ത് പെരുമാറുക. സപ്പോസ് അങ്ങനെ കരയുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരടുത്ത് കാര്യം തിരക്കുക, എന്താണ്, അല്ലെങ്കിൽ അവരോടൊക്കെ നമ്മൾ ഒരു കംഫർട്ട് കൊടുക്കുക. അതായത് എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ടാന്നുള്ളത് ആ പേഷ്യൻറ്റിനെ കൊണ്ട് അവരുടെ ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യിപ്പിക്കുക. ബട്ട് അവരെ മുറിപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത്, അവർക്ക് ആശ്വാസം കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ആണോ നോൺ തെറാപ്യൂട്ടിക് ആണോ എന്ന്. ഇപ്പോൾ ജഡ്ജ് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഹാലൂസിനേഷൻ ഉള്ളൊരു പേഷ്യൻ്റാണ്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുക, ഹാലൂസിനേഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ. ആ ഹാലൂസിനേഷനുള്ള ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പേഷ്യൻ്റ് പറയുവാണ് ഇത് എൻ്റെ ചെവിയിൽ ആരോ സംസാരിക്കുവാന്ന്. ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉള്ളൊരു പേഷ്യൻ്റ്. അപ്പം നിങ്ങൾ പറയണം, നിങ്ങൾ എന്ത് മണ്ടത്തൂരാ പറയുന്നത്, ഇവിടെ ഞാൻ വേറെ സൗണ്ടൊന്നും കേൾക്കുന്നൊന്നുമില്ലല്ലോ എന്നിങ്ങനെ നമ്മൾ പേഷ്യൻ്റായിട്ട് ആർക്ക് ചെയ്യുവാണെങ്കിൽ അത് നോൺ തെറാപ്യൂട്ടിക്. ഓക്കെ. സോ ബട്ട് നമ്മൾ അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരുടെ അടുത്ത് പറയുവാണ്, നിങ്ങളത് കേൾക്കുന്നുണ്ടല്ലയോ, അവിടെ ഞാനത് കേൾക്കുന്നില്ല, ബട്ട് നിങ്ങൾ എന്താണ് കേൾക്കുന്നതെന്നുള്ളത് പറയൂ എന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് അതൊരു തെറാപ്യൂട്ടിക്കാണ്. അതായത് നമ്മൾ പേഷ്യൻ്റ് പറഞ്ഞ കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരെ റിയാലിറ്റി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പേഷ്യൻ്റ് കേൾക്കുന്നുണ്ട്, ബട്ട് നമ്മളത് കേൾക്കുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി പേഷ്യൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ജഡ്ജ്മെൻ്റലായിട്ടോ ആർഗ്യുമെൻ്റലായിട്ടോ അല്ല, പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. പിന്നെ അവരെന്താ കേൾക്കുന്നതെന്നുള്ളത് നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അതാണ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. എപ്പോഴും നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കുക. ഓക്കെ. ആർഗ്യൂ ചെയ്യാൻ പോകരുത്. ആർഗ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റുമായിട്ടുള്ളൊരു റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. പേഷ്യൻറ്റ് ഇപ്പം സൈക്കാട്രി പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് വയലൻസിലോട്ട് പോകും. അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ തന്നെ വേഴ്സൺ ആവുന്ന സ്റ്റേജിൽ. ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ഒരു റോളുണ്ട്. നഴ്സസ്, നോട്ട് ഓൺലി നഴ്സസ്, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെല്ലാം, ബട്ട് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആ പേഷ്യൻറ്റുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. സോ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും അവർ പറയുന്ന ഫീലിങ്സ് ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും പറയുന്നത്, ബട്ട് നമ്മളത് റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളത് ലിസണർ ആയിരിക്കുക. അവരുടെ ഫീലിങ്സ് കേട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു ഫോൾസ് റീഅഷുറൻസ് അല്ല, ശരിയായിട്ടുള്ളൊരു റീഅഷുറൻസ് കൊടുക്കാം, കംഫർട്ട് കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം, മോട്ടിവേഷൻ കൊടുക്കാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം. പക്ഷേ ഇതൊന്നും ജഡ്ജ്മെൻ്റൽ ആവരുത്, ആർഗ്യുമെൻറ്റിലോട്ടും പോകരുത്. ഓക്കെ. ഇത്രയാണ് സൈക്കോ സോഷ്യൽ ഇൻറ്റഗ്രിറ്റിക്ക് അകത്ത്. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, ഒത്തിരി കാര്യങ്ങൾ വലിച്ചു വാരിയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്രൈറ്റീരിയ ആണ് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ്. അതിനകത്താണ് വരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, കുഞ്ഞുങ്ങളിലുള്ള മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ്, ആൻറ്റിനേറ്റൽ സ്ക്രീനിങ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇപ്പം കുഞ്ഞുങ്ങളുടെ ഹിയറിംഗ് ടെസ്റ്റൊക്കെ എല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ആൻറ്റിനേറ്റൽ സ്ക്രീനിങ്ങിൽ അവരുടെ ഫോളോ അപ്പ് വിസിറ്റ്, TT ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ സ്കാനിങ്, ഓരോ സ്റ്റേജിലുള്ള സ്കാനിങ്, ദെൻ നെഗറ്റീവ് RH നെഗറ്റീവ് ഉള്ള മദറാണെന്നുണ്ടെങ്കിൽ ANTI-D ഇഞ്ചക്ഷൻ്റെ കാര്യം, ഇതെല്ലാം തന്നെ ഈ ഒരു ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസിനകത്താണ് വരുന്നത്. കുഞ്ഞുങ്ങളിലെ വാക്സിനേഷൻസ്, അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ്, ഓരോ ഏജിങ്ങിൽ നമുക്കറിയാം ന്യൂ ബോൺ, ഇൻഫൻസി അപ് ടു 1 year, അപ് ടു 4 ഇതാണ് ടോഡ്ലർ, അപ് ടു 3 ടോഡ്ലർ, 3 കഴിഞ്ഞിട്ട് പ്രീ സ്കൂളർ, 3 to 5 പ്രീ സ്കൂളർ, പിന്നെ 6 കഴിഞ്ഞ് സ്കൂളർ, ദെൻ പിന്നെ അഡോളസെൻറ്റ്, പിന്നെ പ്യൂബേർട്ടി ആകുന്നു, പിന്നെ യൂത്ത് ആകുന്നു, പിന്നെ മിഡിൽ ഏജ് ആകുന്നു. മീൻസ് ആ ഒരു ഏജിങ് ചേഞ്ചസിൽ എന്തൊക്കെയാണ് നോർമൽ, എന്തൊക്കെയാണ് പാത്തോളജിക്കൽ എന്നുള്ള മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ ബബിൻസ്കി റിഫ്ലക്സ് ന്യൂ ബോൺസിന് അത് നോർമലാണ്, ബട്ട് ഒരു അഡൽറ്റിന് ബബിൻസ്കി റിഫ്ലക്സ് ഉണ്ടെങ്കിൽ അത് അബ്നോർമലാണ്. അപ്പം അത് ഓരോ ഏജിങ്ങിലും എന്തൊക്കെയാണ് നോർമൽ ഫൈൻഡിങ്സ്, എന്തൊക്കെയാണ് അബ്നോർമൽ ഫൈൻഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കും. ഇതെല്ലാം ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസിൽ. ഓക്കെ. ഇനി ഓരോ സിസ്റ്റം, ഹൈ ഈൽഡ് സിസ്റ്റം വെച്ചാൽ എൻക്ലക്സിന് മെയിനായിട്ടും എല്ലാ സിസ്റ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം കാർഡിയോളജി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ന്യൂറോളജിക്കൽ സിസ്റ്റം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, GIT സിസ്റ്റം, ഒബ്സ്ട്രെറ്റിക് ആൻഡ് ഗൈനക്കോളജി,
ദെൻ പെരിഫറൽ വാസ്കുലർ സിസ്റ്റം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് വലിച്ചു വാരിയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓരോ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, അതിൻ്റെ എത്തിയോളജിക്കൽ ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്, പാത്തോളജിക്കൽ ചേഞ്ചസ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്, സൈൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്, മാനേജ്മെൻറ്റിനകത്ത് മെഡിക്കൽ സർജിക്കൽ അധികം വരുന്നില്ല, ബട്ട് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക എന്താണ് സർജറി എന്നുള്ളത്. മോസ്റ്റ്ലി നമ്മളുടെ കൺസേൺ ക്വസ്റ്റ്യൻ ആസ്കിങ് ഏരിയസ് മോസ്റ്റ്ലി റിലേറ്റഡ് ഫ്രം ദ നഴ്സിംഗ് ആസ്പെക്റ്റ് ആയിരിക്കും, നഴ്സിംഗ് റിലേറ്റഡ്. അതിനകത്താണ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പെയിൻ ആൻഡ് കംഫർട്ട്, പേഷ്യൻ്റെ ന്യൂട്രീഷണൽ മാനേജ്മെൻറ്റ്, ഹെൽത്ത് എഡ്യൂക്കേഷൻസ്, ഇതെല്ലാം വരുന്നത്. ഓക്കെ, പക്ഷേ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പോൾ സോണ്ടേഴ്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകും, ബട്ട് അത് വായിക്കുന്നത് നല്ലതാണ്. ബട്ട് നമുക്ക് N+ന് ക്വസ്റ്റ്യൻ ആസ്കിങ് ഏരിയാസിലോട്ട് മാക്സിമം ഫോക്കസ് ചെയ്ത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഒത്തിരി സോണ്ടേഴ്സ് അരച്ച് കലിച്ച് കുടിച്ച ഒരാൾക്ക് N+ പാസ്സാകണമെന്നില്ല. പക്ഷേ N+ മാത്രം തിയറി, N+ ഫോക്കസ്ഡ് തിയറി മാത്രം പഠിച്ച് കറക്റ്റ് ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുന്ന ഒരാൾക്ക് പാസ്സാകാൻ പറ്റും. അതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഞാനൊരിക്കൽ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു സോണ്ടേഴ്സ് ടെക്സ്റ്റ് ബുക്ക് മേടിച്ച സമയത്ത് ഒരു മാസത്തിനുള്ളിൽ ബുക്ക് മൊത്തം വായിച്ചു തീർക്കണം. എവിടെന്നും അതൊന്നും തിരുത്തൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ ഒരു സിസ്റ്റം തീർക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ഒത്തിരി ഡിലേ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള സോണ്ടേഴ്സ് വായിക്കണം. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ PDF വായിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ സോണ്ടേഴ്സ് നമുക്ക് വായിക്കാം. സോണ്ടേഴ്സ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ എന്ന് വെച്ചിട്ട് അത് ബൈ ഹാർട്ട് ചെയ്യണം എന്നൊരു ഇൻറ്റൻഷനോട് കൂടെ ഒന്നും ഒരിക്കലും വായിക്കരുത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത്രയും ഒത്തിരി ഇങ്ങനെ റിപ്പീറ്റായിട്ട് വായിക്കുന്നേക്കാളും ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ. അങ്ങനെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇതിന് ഓരോ സിസ്റ്റത്തിലും ഒത്തിരി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ആസ്കിങ് ആയിട്ടുള്ള കണ്ടീഷൻസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് മാത്രം ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ കണ്ടീഷൻസ് ആഡപ്പ് ആവും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ആ ക്രൈറ്റീരിയ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാർഡിയോവാസ്കുലറിൽ മെയിനായിട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് ഫെയിലിയർ, അരിത്മിയ, അതുപോലെ തന്നെ വാൽവുലാർ ഡിസോർഡേഴ്സ്, കുഞ്ഞുങ്ങൾ പീഡിയാട്രിക് കണ്ടീഷൻസും ഉണ്ട്, ടെട്രോളജി ഓഫ് ഫാലറ്റ്, അതുപോലെ തന്നെ ASD, അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ക്വസ്റ്റ്യൻ ആസ്കിങ് ഏരിയാസ് ആണ്. മെയിൻ ക്വസ്റ്റ്യൻ MI എന്നുള്ള പ്രയോറിറ്റി മാനേജ്മെൻറ്റ്, മോർഫിൻ, ഓക്സിജൻ, നൈട്രോപ്രൊസൈഡ്, ദെൻ ആസ്പിരിൻ. ഓക്കെ, ഈ ഒരു പ്രയോറിറ്റി മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ. ഇപ്പോൾ ഹാർട്ട് ഫെയിലിയറിലോട്ട് വരുമ്പോഴത്തേക്ക് മെയിനായിട്ടും ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണോ, റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണോ, ഇനി അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പൾമണറി സിംറ്റം ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, സിസ്റ്റമിക് സിംറ്റം ആണെങ്കിൽ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ സപ്പോസ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ വരുവാണെങ്കിൽ MIക്ക് ആണെങ്കിൽ TROP-T. ഓക്കെ, MIക്ക് ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് കാർഡിയക് മാർക്കർ നമ്മൾ ഏതാണ് നോക്കുന്നത്? MIക്ക് ആണെങ്കിൽ TROP-T ആട്ടോ നോക്കുന്നത്. ഹാർട്ട് ഫെയിലിയറിന് ഏതാണ് നോക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഹാർട്ട് ഫെയിലിയറിന് നമ്മൾ ഏത് കാർഡിയക് മാർക്കറാണ് നോക്കുന്നതെന്നുള്ളത്? BNP ആണ് നോക്കുന്നത്. ഓക്കെ, ProBNP ആണ് മെയിനായിട്ട് നോക്കുന്നത്. നേട്രിയൂററ്റിക് പെപ്റ്റൈഡ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. അത് മാറിപ്പോയത് കാരണം ചിലപ്പോൾ കേസ് സ്റ്റഡിയിൽ അത് ചിലപ്പം നിങ്ങൾക്കത് തരും. ഇപ്പോൾ കാർഡിയക് കണ്ടീഷൻ ഉള്ള പേഷ്യൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അതിനകത്ത് TROP-T നോർമൽ ആയിരിക്കും, ProBNP ആയിരിക്കും എലിവേറ്റഡ് ആയിട്ട് കാണിക്കുന്നത്. സോ ProBNP എലിവേറ്റഡ് ആണെങ്കിൽ പേഷ്യൻ്റെ കണ്ടീഷൻ ഹാർട്ട് ഫെയിലിയർ ആണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെങ്കിൽ TROP-T കാർഡിയക് എലിവേറ്റർ മാർക്കർ എലിവേറ്റഡ് ആയിരിക്കും. രണ്ടിനും കാർഡിയക് ഔട്ട്പുട്ട് കുറയും. കാരണം കാർഡിയക് ഔട്ട്പുട്ട് കുറയുമ്പം എന്താണെങ്കിലും എല്ലാ ഓർഗനിലോട്ടുള്ള ടിഷ്യൂ പെർഫ്യൂഷൻ കുറയും. സോ ഹൈപ്പോക്സിയ ഉണ്ടാകും. സോ ഇത് രണ്ടിലും കണ്ടീഷൻസ് ഡിസ്നിയും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളത് തിരിച്ചറിയുക ഏതാണെന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ളത് മനസ്സിലാക്കും. ഓക്കെ, ഇപ്പം ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ ഇപ്പോൾ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ ഉണ്ടാകും. ഇപ്പം മയോകാർഡിയൽ ഇൻഫാക്ഷനിലാണെങ്കിൽ ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് ആം, അതുപോലെ തന്നെ ജോ, ബാക്ക് ഓഫ് സ്കാപ്പുല, ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, റേഡിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ പെയിൻ സ്ക്യൂസിങ് ടൈപ്പ് പെയിൻ ആയിരിക്കും. ചെസ്റ്റ് പെയിൻ ആണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ചിലർക്ക് നെഞ്ചരിച്ചിൽ പോലെ അസിഡിറ്റി പെയിൻ പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യുക. പിന്നെ പൾമണറി എംബോളിസം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാർഡിയോവാസ്കുലറിനകത്ത് പെരികാർഡ്
മെത്തേഡിൽ എഫ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനത്തെ സിസ്റ്റം പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുകളൊക്കെ അടപ്പായിട്ട് വരും. ഇപ്പം ഞാനത് ഫെമിലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ECG ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ബേസിക്സ് ഓഫ് ECG, പിന്നെ അറിത്മിയാസ്, ഹാർട്ട് ബ്ലോക്ക്. റെസ്പിറേറ്ററിക്കകത്ത് ക്വസ്റ്റ്യൻ ആസ്കിങ് മെയിൻലി ഫ്രം COPD, ആസ്മ ആൻഡ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ന്യൂമോണിയ, പിന്നെ വെന്റിലേറ്ററിലുള്ള അലാംസ്, അതുപോലെ തന്നെ അബ്നോർമൽ ഓരോ അലാംസ് എന്തിനാണ് അടിക്കുന്നത് എന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ പേഷ്യൻ്റ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അത് ഇമ്പോർട്ടൻ്റ്. പിന്നെ കുഞ്ഞുങ്ങളുടെ റെസ്പിറേറ്ററി കണ്ടീഷൻ ഗ്രൂപ്പൊക്കെ ഇമ്പോർട്ടൻ്റ്. അത് ന്യൂറോളജിക്കലിനകത്ത് സ്ട്രോക്ക്, സീസർ പ്രിക്കോഷൻസ്, ICP, ഇൻക്രീസ്ഡ് ICP, സ്പൈനൽ കോഡ് ഇഞ്ചുറി, മെനിഞ്ചൈറ്റിസ്, മയാസ്തീനിയ ഗ്രാവിസ്, ദെൻ മൾട്ടിപ്പിൾ മൈലോമ, ഇതെല്ലാം ന്യൂറോളജിക്കലിലെ ക്വസ്റ്റ്യൻ ആസ്കിങ് ഏരിയസ് ആണ് കേട്ടോ. എൻഡോക്രൈനിൽ DKA, HHS മാത്രമല്ല. DKA മീൻസ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്. HHS എന്ന് വെച്ചാൽ ഹൈപ്പർ ഓസ്മോട്ടിക് ഹൈപ്പർ ഗ്ലൈസീമിക് സ്റ്റേറ്റ്. ഇതിനോടൊപ്പം തന്നെ തൈറോയിഡിൻ്റെത് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ് ഇതിനകത്ത് ഇത് ഹോർമോണിനകത്തായിരുന്നു. അപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡ് ഹോർമോൺസ്, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, ADH, വാസോപ്രസിൻ, അതൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റീനലിനകത്ത് കിഡ്നി സ്റ്റേജസ്, ഇത് മാത്രമല്ല നെഫ്രോട്ടിക് സിൻഡ്രോം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദെൻ ഇലക്ട്രോലൈറ്റ്, ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിനകത്ത് എല്ലാം നമുക്കറിയാം. മൗത്ത് ടു ഏനസ് ആണ് GI സിസ്റ്റം എക്സ്പാൻഡ് ചെയ്തേക്കുന്നത്. അതിനകത്തുള്ള മൗത്ത് മുതൽ ഉള്ള ഡിസീസ് കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ ക്വസ്റ്റ്യൻ ആസ്കിങ് ലിവർ ഫെയിലിയർ, പാങ്ക്രിയാറ്റൈറ്റിസ്, പെപ്റ്റിക് അൾസർ, അതുപോലെ തന്നെ യൂസോഫേജിയൽ വാരിസസ്. പിന്നെ ക്വസ്റ്റ്യൻ ആസ്കിങ് ആണ് ഇതില്ലയോ നമ്മുടെ ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈനൽ അബ്സോർഷൻ, മാൽ അബ്സോർഷൻ സിൻഡ്രോം, ഡൈവർട്ടിക്കുലൈറ്റിസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ GI ബ്ലീഡിങ്, ഓസ്റ്റമി കെയർ, ജിജിനോസ്റ്റമി, ഗ്യാസ്ട്രോസ്റ്റമി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റീപ്രൊഡക്റ്റീവ് ആൻഡ് മെറ്റേണൽ ഹെൽത്തിനകത്ത് ഫീറ്റൽ മോണിറ്ററിങ്, സ്റ്റേജസ് ഓഫ് ലേബർ, അതുപോലെ തന്നെ പ്യൂപ്പറി, അപ് ടു 6 വീക്സ് പ്യൂപ്പറി പീരീഡ് ആണ് ആ സമയത്തുള്ളത്. PPH, പിന്നെ വേറെന്ന് വെച്ചാൽ ന്യൂബോൺ പീഡിയാട്രിക്കിനകത്ത് ന്യൂബോൺ കെയർ. എന്നാലും മുന്നേ തന്നെ പേഷ്യൻ്റ് നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ഡെലിവറി ആണോ അതനുസരിച്ചിട്ടുള്ള മാനേജ്മെൻറ്റ്. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ മെയിൻ ചോദിക്കുന്നത് ഈ കോംപ്ലിക്കേഷൻസ്, PPH റിലേറ്റഡ് കേസ് സ്റ്റഡി വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളിലെ ഡീസിലറേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡീസിലറേഷൻ, വീൽ ചോപ്പ മെയിനായിട്ട്. അതായത് V എന്ന് വെച്ചാൽ വേരിയബിൾ ഡീസിലറേഷൻ, E മീൻസ് ഏർലി ഡീസിലറേഷൻ, A മീൻസ് ആക്സിലറേഷൻ, L മീൻസ് ലേറ്റ് ഡീസിലറേഷൻ. ഇത് ഓരോന്നും നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാസൻ്റൽ അബ്നോർമാലിറ്റീസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസൻ്റ പ്രീവിയയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലാസൻ്റ അക്രിറ്റയും ഇമ്പോർട്ടൻ്റ് ആണ്. പീഡിയാട്രിക്കിനകത്ത് കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്റ്റ്, ഡീഹൈഡ്രേഷൻ, RSV, ഗ്രൂപ്പ്, എപ്പിഗ്ലോട്ടൈറ്റിസ്, ഇതെല്ലാം പീഡിയാട്രിക്കിനകത്ത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള ക്രൈറ്റീരിയ. ബട്ട് ഈ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ പ്ലസ് ഓരോ സിസ്റ്റവും നമുക്ക് ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാനിങ്ങോടുകൂടെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, മെയിൻ സ്ട്രാറ്റജി ഞാൻ അത് വേറൊരു ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടെ എടുക്കാം മലയാളത്തിൽ. മെയിനായിട്ടും ഉള്ള സ്ട്രാറ്റജിയാണ് പ്രയോറിറ്റൈസേഷൻ സ്ട്രാറ്റജി. നെക്സ്റ്റ് എലിമിനേഷൻ, പ്രയോറിറ്റൈസേഷനകത്താണ് ABC, പിന്നെ സേഫ്റ്റി, ദെൻ അക്യൂട്ട് വേഴ്സസ് ക്രോണിക് മെയിനായിട്ടുള്ള സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എലിമിനേഷൻ മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു, റൈറ്റ് ആയിട്ടുള്ള ആൻസറിലോട്ട് നമ്മൾ എത്തുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് വേഴ്സസ് നെഗറ്റീവ് വേർഡിങ്. തന്നേക്കുന്ന ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ചിലപ്പം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം. സോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ടൈപ്പ് സെൻറ്റൻസ് ആണോ നമുക്ക് ഉത്തരവായിട്ട് വേണ്ടതെന്നുള്ള തീരുമാനിക്കുക. അതനുസരിച്ചിട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് വേഴ്സസ് അൺഎക്സ്പെക്റ്റഡ് ഫൈൻഡിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു COPD പേഷ്യൻറ്റിന് 90% സാച്ചുറേഷൻ പ്ലസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ദാറ്റ്സ് എക്സ്പെക്റ്റഡ് ഫൈൻഡിങ്. പക്ഷേ ഡിസ്നിയ വിത്ത് 85% ആണ് സാച്ചുറേഷൻ എങ്കിൽ ദാറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ് ഫൈൻഡിങ്. ഓക്കെ, അതുപോലെ നോർമൽ ഫൈൻഡിങ്സ് ആണോ അബ്നോർമൽ ആണോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് നമ്മൾ കോറിലേറ്റ് ചെയ്ത് നമുക്കത് ആ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സാറ്റ ക്വസ്റ്റ്യനിൽ സെലക്ട് ഓൾ ദാറ്റ് ടൈപ്പിൽ മെയിനായിട്ട് നമ്മൾ നെഗറ്റീവ് മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ലോജിക്ക് കുറച്ചുകൂടെ അപ്ലൈ ചെയ്തിട്ട് മോസ്റ്റ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ളത് ഇത് ഒരു 80 to 90% എങ്കിലും ആൻസർ ഷുവർ ആണെങ്കിൽ നമുക്ക് ആ ഉത്തരം നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്ട്രാറ്റജീസ്, ക്രൈറ്റീരിയാസ് ആൻഡ് ടോപ്പിക്സ്. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ 3 കാര്യങ്ങളാണ് ഇവിടെ കവർ ചെയ്തത്. ഒന്ന്
സിലബസ് ടോപ്പിക്ക് ഒന്ന് ഫെമിലിയർ ചെയ്ത് തന്നു. സെക്കൻഡ് ക്രൈറ്റീരിയ ബേസ് ചെയ്ത് ഓരോ ടോപ്പിക്കുകളും പറഞ്ഞു. നെക്സ്റ്റ് സ്ട്രാറ്റജീൻ്റെത് ജസ്റ്റ് ഇങ്ങനത്തെ സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് മാക്സിമം കറക്റ്റ് ഉത്തരത്വം ചൂസ് ചെയ്ത് പാസിംഗ് സ്റ്റാൻഡേർഡ് കൂട്ടണമെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസും ക്ലിനിക്കൽ സിറ്റുവേഷൻ ജഡ്ജ് ചെയ്യുന്ന ആ ഒരു സ്കില്ല് നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു എക്സാം അല്ല. നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ അടുത്ത ടോപ്പിക്കിൽ? ബെൻസി ക്യൂ സൂരി, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ